വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കേസ് റൈറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. സ്വാഭാവികമായിട്ടും നന്നായിട്ട് ഡൗട്ട് വേണം. നല്ല കൺഫ്യൂഷൻ ഉണ്ടായാലേ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവും അല്ലെ. മറ്റതെല്ലാം ക്ലിയർ ആയി തുടക്കത്തിലേ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടിയ ആ ത്വര അങ്ങോട്ട് പോകും. അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇരിക്കട്ടെ, നമുക്ക് ക്ലാരിറ്റി വരുത്താം. നിങ്ങൾ രണ്ട് റീജിയൻ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വടകരയിലുള്ള സ്റ്റുഡൻസ് മാത്രമേ ഇതിലുള്ളൂ എന്ന് കരുതിയിട്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ തന്ന സംഭവങ്ങൾ ഇപ്പൊ ഇന്ന് ഞാൻ ഗ്രൂപ്പിലിട്ട് ടൈപ്പ് ചെയ്ത കുറച്ച് ഏരിയകൾ ഉണ്ടല്ലോ, ആ ഏരിയകളും എല്ലാം അതുപോലെ ഹാൻഡ് റിട്ടൺ ചെയ്തിട്ടാണ് കൊച്ചിക്കാർ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഏരിയകളും ഞാൻ ഓൾറെഡി തന്ന ഏരിയകളും എല്ലാം അതുപോലെ ഹാൻഡ് റിട്ടൺ ചെയ്യാം. ഫ്രണ്ട് പേജ് ആയാലും സെക്കൻഡ് പേജ് ആയാലും എല്ലാം കൈകൊണ്ട് എഴുതിയ ഒരു അടിപൊളി മെറ്റീരിയലാണ് നിങ്ങൾ അവിടെ വെക്കേണ്ടത്. പക്ഷെ വടകരക്കാർക്ക് ഈ കസ്റ്റമൈസ് ചെയ്ത ഈ മെറ്റീരിയലിൽ തന്നെ ബാക്കി ഏരിയകൾ മാത്രം ടൈപ്പ് ചെയ്ത് ഫ്രണ്ട് പേജ് ആയാലും കൺക്ലൂഷൻ ആയാലും ഇൻഡെക്സ് പേജ് ആയാലും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ രണ്ട് ഭാഗത്തും ഇന്റേൺഷിപ്പിന്റെ റെക്കോർഡ് സ്പൈറൽ ബൈൻഡ് ആണ് വരുന്നത്, ഹാർഡ് ബൈൻഡ് അല്ല വരും. പിന്നെ നിങ്ങൾക്ക് ഇഗ്നോക്ക് ക്ലിനിക്കൽ സൈക്കോളജിക്കാരുണ്ടാവും, ഇതിൽ കൗൺസിലിംഗ് സൈക്കോളജിക്കാരുണ്ടാവും. ഈ രണ്ടു പേർക്ക് ഇഗ്നോക്ക് പ്രാക്ടി എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. നോക്കിയിട്ടുണ്ടോ അത്? ഉണ്ട് മാം. ആ പ്രാക്ടിയത്തില് നിങ്ങൾക്ക് അതിൽ അറ്റാച്ച് ചെയ്യേണ്ട എല്ലാ പേജുകളും ഉണ്ട്. അതായത് ഫസ്റ്റ് പേജ്, ഇൻഡെക്സ്, ഫസ്റ്റ് ഡിക്ലറേഷന്, കൺസേൺ ലെറ്റർ, അതുപോലെ സർട്ടിഫിക്കറ്റ് പേജ്, മാർക്ക് ലിസ്റ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അതിന്റെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഓർഡറും അത് ലാസ്റ്റ് ഏരിയയാണ്. ഇപ്പൊ ഞാൻ കേസ് റൈറ്റിംഗ് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ അടുത്ത വീക്ക് മുതൽ ഞാൻ പറയുന്ന കേസുകൾ നിങ്ങൾ എനിക്ക് എഴുതി പ്രസന്റ് ചെയ്ത് തരണം. അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങളോട് കേസ് റൈറ്റിംഗ് പറയേണ്ടത്. പക്ഷെ എന്താവുമ്പോൾ മതി ഇതിന്റെ കൺസോൾട്ടേഷനും ഇതെങ്ങനെ സബ്മിറ്റ് ചെയ്യും, ഇതെങ്ങനെ ഒരു സംഭവമാക്കി പ്രിപ്പയർ ചെയ്യും എന്നുള്ള തോട്ടും കൺഫ്യൂഷനും ഒക്കെ അപ്പം മതി. എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത് സ്വന്തമായിട്ട് കോപ്പി ഒന്നും അടിക്കാതെ ഹാൻഡ് റിട്ടൺ ചെയ്തോ ടൈപ്പ് ചെയ്തോ അത് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലേണിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ. ചിലർക്ക് ടൈപ്പ് ചെയ്യാൻ അറിയത്തുണ്ടാവില്ല, എങ്ങനെ ഷെയ്ഡ്സ് എടുക്കാന്ന് അറിയത്തുണ്ടാവില്ല, ലാപ്ടോപ്പിൽ ടെക് ഫീൽഡിലൊന്നും വലിയ ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ പഠിക്കും. അങ്ങനെ പഠിച്ച് സ്വന്തമായിട്ട് പഠിച്ചൊരു സംഭവം അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടിയിരിക്കും. ഞങ്ങള് MCFT-ക്കാരാ മാം, മാസ്റ്റർ ഓഫ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി. നിങ്ങൾക്കും പ്രാക്ടിയത്തിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, സബ്മിഷന് ഉണ്ട് മാം. ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഒരു PDF എങ്ങാനും എനിക്ക് അയച്ചു തരണം. അത് ഞാൻ കൗൺസിലിംഗിന്റെ ഏരിയ, ആ ഒരു ഏരിയ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോന്ന് അറിയാൻ, അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. വരുമ്പോ ഞാൻ കൊണ്ടുവന്നാ മതിയോ? വരുന്ന സൺഡേ ഞാൻ വരുമ്പോ എല്ലാം കൊണ്ടുവരാൻ വേണമെങ്കിൽ മതി. ഓക്കെ. അപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ വീക്കും അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയ മുതലും കൗൺസിലിംഗ് എന്താ, കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് എന്താ, അതുപോലെ ആൻസൈറ്റി ഡിസോർഡേഴ്സിലെ ഏരിയകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് ഡിസോർഡേഴ്സ് നെക്സ്റ്റ് വീക്ക് ഉണ്ട്. പക്ഷേ ഈ വീക്കിൽ നമ്മുടെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നാൽ അവരെങ്ങനെ റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. റിട്ടേൺ എങ്ങനെ അവരുടെ റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഏരിയ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടല്ലോ? വിസിബിൾ ആണല്ലോ? ഒന്ന് ബുദ്ധിമുട്ടോ? ഇപ്പൊ ഈ ഏരിയ വലിയ കുഴപ്പമില്ല. എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സൂം ചെയ്യാം കേട്ടോ. അപ്പോൾ കേസ് റൈറ്റിംഗ് ആണ്. കേസ് റൈറ്റിംഗ് പാറ്റേണിൽ ശരിക്കും കേസ് റൈറ്റിംഗിൽ ഒരുപാട് പാറ്റേൺ ഉണ്ട്. അതായത് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന് ഒരു പാറ്റേൺ കേസ് റൈറ്റിംഗ് ആണ്. ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ LD, ഓട്ടിസം, ADHD അങ്ങനെയുള്ള, അതുപോലെ ID, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഇങ്ങനെയുള്ള ഏരിയക്ക് വേറൊരു തരം പാറ്റേൺ ആണ്. കാരണം അതെന്താന്ന് വെച്ചാൽ അത് ആ കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഏരിയ, ചൈൽഡ്ഹുഡ് ഏരിയ, ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, അങ്ങനെ അവിടെ തന്നെ കുറെ ഡീറ്റെയിലിംഗ് കളക്ഷൻ വേണ്ടി വരുന്നത് കൊണ്ട് അതിനൊരു പാറ്റേൺ ആണ് നമ്മൾ യൂസ് ആക്കാറ്. പിന്നെ LD, ലേണിംഗ് ഡിസബിലിറ്റിക്ക് മാത്രം സെപ്പറേറ്റ് ഒരു കേസ് പാറ്റേൺ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജനറൽ പാറ്റേൺ ആണ്. ഇത് നമുക്ക് LD ഇതിൽ ഇൻക്ലൂഡ് ആക്കാം, ഓട്ടിസം ഇൻക്ലൂഡ് ആക്കാം, നോർമൽ ആൻസൈറ്റി, എല്ലാ ഡിസോർഡേഴ്സും, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, അങ്ങനെ എല്ലാ സൈക്യാട്രിക് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്ന ഒരു ജനറൽ കേസ് പാറ്റേൺ ആണ് ഇന്ന് ഇതാണ് നമ്മൾ എടുക്കുക.
കാരണം നമുക്ക് പല കേസുകളും വരുമല്ലോ. അപ്പൊ ഈ ഒരു ജനറൽ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഈ കേസ് പാറ്റേൺ ആണ് നമ്മൾ പഠിക്കുന്നതും എഴുതുന്നതും. ഓക്കെ, ഇനി നമ്മളൊരു കേസ് എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ക്ലയന്റിന്റെ ബേസിക് ഡാറ്റയാണ്. ഐഡന്റിഫിക്കേഷൻ ഡാറ്റ എന്ന് നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി ടേക്കിങ്ങിലെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. ഇതിലെ നെയിം അല്ലെ. ഇപ്പൊ നിങ്ങള് ഇതൊരു റെക്കോർഡിന്റെ പേർപ്പസ് ആയതുകൊണ്ടും സ്റ്റഡി പേർപ്പസ് ആയതുകൊണ്ടും എപ്പോഴും നമ്മൾ നെയിം ഫേക്ക് നെയിം കൊടുക്കും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഒരു ക്ലയന്റ് അഞ്ജലി എന്നാണെങ്കിൽ ആ കുട്ടിയെ അപർണ എന്നാക്കണ്ട. അതിനു പകരം ലെറ്റേഴ്സ് വെച്ച് കൊടുത്താൽ മതി. AC-എന്നോ AJ-എന്നോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ ക്ലയന്റ് അഞ്ജലി ആയിരിക്കാം, പക്ഷെ നമ്മൾ അപർണ എന്നുള്ള പേരിൽ ഈ റെക്കോർഡ് എഴുതി വെച്ചു. ഇൻ കേസ് എല്ലാ ഡീറ്റെയിൽസും ഒത്തിണങ്ങിയ ഒരാള്, അതായത് ഇപ്പൊ എന്റെ റിലേറ്റീവ് ഇതുപോലെ ഒരു അപർണ ഉണ്ട്, 28 വയസ്സാണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ തോന്നി, ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ, എന്റെ ഈ റിലേറ്റീവിനെ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഈ കുട്ടിക്ക് ഈ രോഗമാണോ. നമ്മൾ കൗൺസിലിംഗിൽ ആദ്യം പഠിക്കുന്ന കാര്യം എന്താ, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. സോ അത് കാരണം നമ്മൾ നെയിം റിവീൽ ചെയ്യുന്നത് റെക്കോർഡിക്കൽ പെർപ്പസിന് മാത്രമാട്ടോ. നിങ്ങൾ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലോ ഒരു സ്കൂൾ സെറ്റിംഗ്സിലോ എവിടെയെങ്കിലും കൗൺസിലറായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം ഇല്ല. അവിടെ നിങ്ങൾ റിയൽ നെയിം തന്നെ എഴുതണം. നിങ്ങളുടെ ഈ സ്റ്റഡി പെർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഫേക്ക് നെയിം എഴുതണം എന്ന് പറയുന്നത്. എപ്പോഴും ലെറ്റേഴ്സോ നമ്പേഴ്സോ ആക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്റെ പേര് മുസൈന C എന്നാണ്. അപ്പൊ ഞാനൊക്കെ എന്നെ എഴുതണമെങ്കിൽ MC എന്ന് മാത്രം നോട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ആ ഫേക്ക് നെയിം എന്തിനു എഴുതുന്നു എന്നുള്ള ക്ലാരിറ്റി കിട്ടിയല്ലോ. ഓക്കെ, അടുത്തൊരു ഏരിയ ഏജ് ആണ്. ഏജ് നമ്മൾ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ഡാറ്റ നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഒരു കൗൺസിലിങ്ങിന് നമ്മുടെ മുന്നിൽ ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് തീർച്ചയായും ചോദിച്ചിരിക്കേണ്ട ഏരിയയാണ് ഇത്. അതായത് ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് പേരെന്തായിരുന്നു, ഏജ് എത്രയായിരുന്നു, എന്താ പഠിക്കുന്നത്, ജോലി എന്തെങ്കിലും ഉണ്ടോ, കൂടെ വന്നത് ആരാണ്, കൂടെ വന്ന ആളുടെ പേരെന്താ, എന്താ ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ചോദിച്ചിരിക്കണം. ബാക്കി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അവരങ്ങനെ ഫ്ലോയില് പറഞ്ഞോളും നമ്മളോട്. അതിനിടയ്ക്കേ നമ്മൾ ചോദിക്കുള്ളൂ, ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചില കാര്യങ്ങളെ ചോദിക്കുള്ളൂ. പക്ഷെ ഈ ഏരിയ നമ്മൾ അങ്ങോട്ട് ആസ്ക് ചെയ്തോളണം, വിട്ടുപോകരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ടേക്കിംഗ് പോലെയാണ് എങ്കിൽ പറയുമെങ്കിലും ഒരു പക്ക ഇന്റർവ്യൂ ആയി പോകരുത്. അതായത് പേരെന്തായിരുന്നു ഇങ്ങനെയല്ല. അവരോട് അവർ പറയുന്ന സമയത്ത് നോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ താഴെ നോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അല്ലാതെ ഇരിക്കുന്ന ആൾക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യരുത്. നമ്മളിങ്ങനെ പറയൂ ഇങ്ങനെ മറ്റേ സാധാ ഒരു ഡോക്ടേഴ്സ് ഒക്കെ എഴുതുന്ന വരി ഇങ്ങനെ എഴുതാ ചോദിക്കുക അങ്ങനെ ആവരുത്. കാരണം അവർക്കൊരു റെസിസ്റ്റൻസ് ഇല്ലാതെ അവർക്ക് കംഫർട്ട് ആയിട്ട് സ്ലോലി വെന്റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ എഴുതുന്നത് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിയാൽ അവർ ചിലപ്പോൾ സംസാരം സ്റ്റോപ്പ് ആക്കും. അപ്പൊ നമുക്ക് കിട്ടാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കേണ്ട വേ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഏജിന്റെ കാര്യം. ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിങ്ങോ കൗൺസിലറോ ഒന്നും അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പേരായാലും വയസ്സായാലും സെക്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ജോലി ആയാലും അതൊക്കെ ആ പേര് മാത്രമാണ്. അതായത് ഒരാൾക്ക് ബാർബറാണ് ജോലി, അല്ലെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആണ് ജോലി, ഓക്കെ എഞ്ചിനീയർ, ഓക്കെ ബാബു, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കൗൺസിലർ എന്നുള്ള നിലക്ക് ഈ ഓരോ ഏരിയയിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പൊ നിങ്ങളെടുത്ത് ഏജ് ഒരു കുട്ടിയായിട്ടാണ് പാരന്റ് വന്നിട്ടുള്ളത്. 4 years 5 years ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഏജ് നിങ്ങൾ ചോദിക്കുമ്പോൾ 5 വയസ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, കുട്ടിയുടെ പ്രോബ്ലം പറയാണ്. അപ്പൊ നിങ്ങൾ കൗൺസിലേഴ്സ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത് 4, 5, 6 വയസ്സ്, ഈ വയസ്സിൽ ഒരു ക്യാരക്ടറിറ്റിക്സ് കുട്ടികൾക്ക് ഉണ്ടാവും. ആ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പൊ ഒരു 4 വയസ്സായ 5 വയസ്സായ കുട്ടിയുടെ പാരന്റ് പറയാണ് ഒട്ടും അനുസരിക്കുന്നില്ല, കളിക്കാൻ മാത്രമാണ് ഇഷ്ടം, പഠിക്കാൻ ഇഷ്ടമില്ല. സത്യത്തിൽ അതൊരു പ്രോബ്ലം ആണോ? 5 വയസ്സായ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കളിക്കാനാണ് ഇഷ്ടം, പഠിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് നോർമലാണ്. ആ കുട്ടി നോർമൽ ഡെവലപ്മെന്റിലൂടെ പോകുന്നത് മനസ്സിലാക്കാം. ചില റിസർച്ചുകളൊക്കെ പറയുന്ന അമ്മമാരെ ഉമ്മമാരെ അനുസരിക്കാത്ത കുട്ടികളാണ് ബെസ്റ്റ് എന്നൊക്കെ ഇപ്പൊ പുതിയതൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. മറ്റേത് കുട്ടി അവിടെ ഇരിക്കും, കുട്ടി എഴുത്, അരമണിക്കൂർ നീ എഴുതിയിരിക്കണം, 1 മണിക്കൂർ എഴുതിയിട്ടേ വായിച്ചിട്ടേ എണീക്കാവൂ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ പേടിച്ച് ഇരുന്ന് എഴുതി എണീക്കുന്ന കുട്ടിയല്ല ശരിക്ക്
സ്വന്തമായിട്ട് തിങ്ക് ചെയ്യുന്ന ആള് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. എന്തിനാ ഇപ്പൊ 1 മണിക്കൂർ എഴുതേണ്ട ആവശ്യം, 10 മിനിറ്റ് എഴുതിയാ പോരെ എന്ന് ചോദിക്കുന്നവർ കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ആയ കുട്ടികളാണ്. നമുക്കത് അനുസരണക്കേടാന്നൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഏജ് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു നമ്പർ അല്ല. അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പൊ ചിലപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഒന്നും ആവൂല കേട്ടോ ക്ലയന്റ് പറയാം, എങ്കിലും ആ ഏജിന് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങള് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഒരുപാട് പേരുടെ വീട്ടില് ഇപ്പൊ ചെറിയ നോയ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വോയിസും ഒക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിച്ചേക്കണേ. നിങ്ങൾ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്രോയിഡിന്റെ ഉണ്ട് മാഡം. ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ MA സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. ഇത് ഈഗോ സൂപ്പർ ഈഗോ അത് അതിലാണോ വരുന്നത്? അത് സ്ട്രക്ചർ ഓഫ് മൈൻഡ് അതിലുള്ളത് തന്നെ. നെക്സ്റ്റ് ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ട്. ഓറൽ, ആനൽ, ജെനീഷ്യൽ, അങ്ങനെ ലാറ്റൻസി ഒക്കെ വരുന്നത്. അത് തന്നെ 5 എണ്ണം. അതെ. ജെനീറ്റൽ സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? മാം ആ സമയത്ത് അവരുടെ കോൺസെൻട്രേഷൻ അതായത് ഇതായിരിക്കും, അവരുടെ ജെനിറ്റൽ ഓർഗൻസിലായിരിക്കും. അതായത് ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഒരു 6, 5, 6, 7 മുമ്പ് ഒരു 5, 5.5, 6 വരെ എടുക്കാം. ആ ഏജിലുള്ള കുട്ടികൾക്ക് ഇപ്പൊ പൊതുവെ പാരന്റ്സിന് പലർക്കും ഒരു കൺസേൺ ആണ്. കാരണം അവർക്ക് അവരുടെ ജെനിറ്റൽ ഓർഗൻസിൽ ഒരു പ്ലഷർ ഉണ്ട്. ഒരിക്കലും തെറ്റായി നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സെക്ഷൽ മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ സെക്ഷൽ പ്ലഷറോ അല്ല അവർക്ക് കിട്ടുന്നത്. അവർക്ക് അതിൽ നിന്ന് ആ ഒരു സ്റ്റേജിൽ നോർമലായിട്ട് ആ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്ലഷർ കിട്ടുന്നുണ്ട്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൺപിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ പെനിസ് ആണ് അവരുടെ മെയിൻ വെപ്പണ്. സംസാരിക്കുമ്പോഴും എപ്പോഴും അവിടെ പിടിച്ചുകൊണ്ടാണ്. അപ്പൊ പാരന്റ്സ് ഓവർ കൺസേൺ ആവുമ്പോൾ പറയും അവിടെ പിടിക്കരുത്, തൊടരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞത് ആ ഏജിലുള്ള പാരന്റ്സ് ഏതെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് നിങ്ങളടുത്ത് വരികയാണ്. പാരന്റ്സിന്റെ കൺസേൺ എപ്പോഴും കുട്ടി എന്തെങ്കിലും കണ്ടുപോയോ, രാത്രി എന്തെങ്കിലും ശ്രദ്ധിച്ചോ, എന്റെ ഈ ജെനിറ്റൽ ഓർഗൻസിൽ ഇങ്ങനെ പിടിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ റബ്ബ് ചെയ്യുമ്പോൾ ആ ഏജിലായാലും ഒരു സെക്ഷൽ പ്ലഷർ അല്ലെങ്കിലും ചെറുതായിട്ടൊരു സുഖം വരും. അപ്പൊ വെറുതെ ഇരിക്കുന്ന കുട്ടികളോ എന്തെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ പാരന്റ്സ് കൂടെ അതിൽ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ അതിലേക്ക് അവർ ഫോക്കസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഏജില് ആ ഒരു പരാതിയും കൊണ്ടുവരുമ്പോ നമ്മളോട് ഇങ്ങനെയുള്ള ഒരു പരാതി പറയാൻ, ഏജ് ഏകദേശം 6, 5 വയസ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ വേണം. എന്ത്? സെക്ഷൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ആ ഏജിൽ ഇങ്ങനെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് നോർമലൈസ് ചെയ്യരുത്, അത് ബുദ്ധിമുട്ടാക്കും. പാരന്റിനും സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം, കുട്ടിക്കും നല്ല രീതിയിൽ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാക്കും. അതുപോലെ തന്നെ ആ പ്രായം കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഓപ്പോസിറ്റ് ആളുകൾ എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പാരന്റ്സ് ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് 5, 6 വയസ്സായ കുട്ടികൾക്കൊക്കെ. ഭയങ്കര അത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്, അല്ലാതെ തെറ്റായ രീതിയിലല്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും അറിഞ്ഞു നോക്കുന്നതും. അപ്പൊ ആ ഏജിൽ അങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞ് ടീനാണ് ഒരു കുട്ടി, നമ്മളോട് ഏജ് പറയുന്ന സമയത്ത് 13, 14 അല്ലെങ്കിൽ 12 ഈ സമയത്ത് തോന്നുകയാണ്. ഈ സമയത്ത് ആ കുട്ടിയുടെ പരാതി പറയുമ്പോൾ നമ്മുടെ ഐഡിയയിൽ കുറച്ചുകൂടെ ഉണ്ടാവേണ്ട എന്താ, ആ കുട്ടിയുടെ പരാതി എത്ര വ്യത്യസ്തമാണെങ്കിലും ആ കുട്ടിക്ക് നോർമലായി ഉണ്ടാവുന്ന കുറച്ച് ക്യാരക്ടറിറ്റിക്സ് ഉണ്ട്. പാരന്റ്സ് പറയുന്നത് അനുസരിക്കാതിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പാരന്റ്സിനോട് ഒരു ദേഷ്യം ഉണ്ടാവും, പാരന്റ്സിനോട് എന്നല്ല റൂൾ ചെയ്യുന്ന എല്ലാ അതോറിറ്റിനോടും ഒരു ദേഷ്യം ഉണ്ടാവും, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള എന്തൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നുള്ള ഒരു തോന്നല്, ഞാൻ ശരിയാണ് എന്നുള്ള ഒരു തോന്നല്. നമ്മൾ പറയും കുഞ്ഞു മക്കളിൽ ഈഗോ സെൻട്രിസം ഉണ്ട്. 3, 4 വയസ്സായ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ് ഈഗോ സെൻട്രിസം. അതായത് അവർക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ കഴിയൂല. അവർക്ക് ഇപ്പൊ ടൗണിൽ പോയി ഒരു മിഠായി വേണം, കിൻഡർ ജോയ് തന്നെ വേണം, കിൻഡർ ജോയ് തന്നെ കിട്ടിക്കൊള്ളണം. നമ്മുടെ അടുത്ത് 65 ഉണ്ടോ 45 ഉണ്ടോ എന്നൊന്നും അവർക്ക് അറിയണ്ട. അത് കുട്ടിയുടെ ഈഗോ സെൻട്രിസം ആണ്. അതായത് മറ്റൊരു വ്യൂ പോയിന്റിൽ നോക്കാതെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണം എന്നുള്ളത്.
ഇതാണ് ഈ 3-4 വയസ്സിൽ കുട്ടികൾക്ക് ടാൻട്രംസ് കൂടാൻ സാധ്യതയുള്ളത്. അത് കുറച്ച് വലുതായി അവർ പ്രീ സ്കൂള് സ്കൂളിംഗ് പീരീഡിലൊക്കെ പോകുമ്പോൾ ഈ ഈഗോ സെൻട്രിസം ഡിമിനിഷ് ആവുന്നുണ്ട്. പക്ഷെ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡാണ് ടീൻ പീരീഡ്. ഓക്കെ, അപ്പൊ ഈ ടീൻ പീരീഡിൽ ഈ ഈഗോ സെൻട്രിസം അവർ വീണ്ടും കാണിക്കും. അതായത് മറ്റൊരു വ്യൂ പോയിന്റിൽ ചിന്തിക്കാതെ ഫ്രണ്ടിന് ഐഫോൺ ഉണ്ടോ, എനിക്ക് ഐഫോൺ വേണം, ഫ്രണ്ടിന് ടാബ് ഉണ്ടോ, എനിക്ക് ടാബ് വേണം. ഇതൊന്നല്ല കേട്ടോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറച്ച് മുമ്പുള്ളതായിരുന്നു. ഇപ്പൊ ഐഫോണും ടാബും ഒന്നും അല്ല, അവര് ചെയ്യുന്നത് എനിക്കും ചെയ്യണം, അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അവരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷെ ഇതൊന്നും വലിയൊരു അബ്നോർമാലിറ്റി അല്ല. പാരന്റിന് ചിലപ്പോൾ അത് അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ ക്ലയന്റിന്റെ കൂടെ വന്ന ഇൻഫോർമെന്റിന് ഇത് അബ്നോർമാലിറ്റി എന്ന് തോന്നുമെങ്കിലും നമുക്ക് ആ ഏജിനെ കുറിച്ചൊരു ധാരണ വേണം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ക്ലാസ്സിന് വന്നവരോടൊക്കെ ഞാൻ പറഞ്ഞത്, തിയറി പ്രാക്ടിക്കൽ വേറെ തിയറി വേറെ എന്ന് പറയുമെങ്കിലും തിയറി തറോ ആയവർക്ക് പ്രാക്ടിക്കലിൽ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തിയറിയുടെ എല്ലാ കോൺസെപ്റ്റും എല്ലാ ആസ്പെക്ട്സും വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കൗൺസിലിംഗ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പഠിക്കുന്ന കൗൺസിലിംഗിലായാലും അതുപോലെ ക്ലിനിക്കലിലായാലും MA സൈക്കോളജിയിലായാലും ഈ കോഴ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന പ്യുവർ സൈക്കോളജിയാണ്. നിങ്ങൾ ആരും കൗൺസിലിംഗ് പഠിക്കുന്നില്ല, അതിന്റെ അപ്ലിക്കേഷൻ ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ പ്യുവർ സൈക്കോളജിയിൽ ഒരു തറവ് നോളജ് ഉണ്ടെങ്കിൽ ഈ അപ്ലിക്കേഷൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏജ് ഒരു നമ്പർ അല്ല. നിങ്ങൾ ഒരു ഏജ് പറയുമ്പോൾ ആ ഏജിന് ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും ബയാസ്ഡ് ആവരുത്, പക്ഷെ ആ ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ? എനിക്ക് സൗദാമിനെയും സുവൈരിയ, ഷാദി 3 പേരെ കാണുന്നുള്ളൂ. ഞാന് സവിത. ഇത് പറഞ്ഞാൽ മാത്രം വീഡിയോ ഓൺ ചെയ്യുന്നുണ്ടാ? എന്റെ പെട്ടെന്ന് നെറ്റ് കട്ടാ, ഞാൻ ഇതുവരെ ഓണായിന്. ഓക്കെ. മെറിൻ, പ്രിൻസി, 2 പ്രിൻസിമാർ ഓഫാണ്, ഷബിന ഓഫാണ്, യാസർ ഓൺ. ഇങ്ങനെ ഓണായി വന്നാലേ നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നുള്ളൂ. മറ്റേ ഞാൻ എന്താ ഈ വെയിറ്റ് ചെയ്യണതെന്ന് അറിയോ? സൗദാമിനി സുവൈരിയ ഒന്ന് ആന്ന് പറയാൻ വെയിറ്റ് ചെയ്യുക, കാരണം അവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ സംസാരിക്കുക കേട്ടോ. ഇനി ഏജ് കഴിഞ്ഞ സെക്സ്, നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ, മേ ബി ട്രാൻസ് ആണോ എന്ന്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതുക. എന്റേതാണോ ഇപ്പൊ അടിക്കുന്നത്? യെസ് മാം. അല്ലേ? ഞാൻ ഷാദിനൊന്ന് മ്യൂട്ട് ചെയ്തേ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണ് മാം. ഓക്കെ. അപ്പോൾ സെക്സ് കഴിഞ്ഞ എഡ്യൂക്കേഷൻ, നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികൾ ഏത് ആളുകളായാലും അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താന്ന് എഴുതുക. ജോലിയുള്ളവരാണെങ്കിൽ ഒക്യുപ്പേഷൻ എഴുതി കൊടുക്കുക. It's okay. നെക്സ്റ്റ് റിലീജിയൻ, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്. മാരിറ്റൽ സ്റ്റാറ്റസ് മാരേജിന്റെ പ്രായമായിട്ട് മാരേജ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സിംഗിൾ ആണെന്ന് എഴുതാം, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കും. മനസ്സിലായോ? അതായത് കുഞ്ഞാണെങ്കിൽ നമ്മൾ അതില് NA എന്ന് കൊടുത്താൽ മതി. ഒരു 18-20 താഴെയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് NA നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കാം. നെക്സ്റ്റ് ഏരിയ ഇൻഫോർമന്റ് ആണ് വരുന്നത്. ഇൻഫോർമന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയന്റിന്റെ കൂടെ ആരാണോ വരുന്നത് അവരെ നമ്മൾ ഇൻഫോർമന്റ് എന്ന് പറയും. അപ്പൊ ഇൻഫോർമന്റിന്റെയും പേര് ഇവിടെ ഫേക്ക് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇൻഫോർമന്റ് ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് എന്നുള്ളത്. മദർ ആണോ, ഫ്രണ്ട് ആണോ, ഇത് നമ്മൾ സ്പെഷ്യലി ചോദിക്കണം കേട്ടോ. കാരണം എന്താണോ, ഇന്നത്തെ ഒരു ട്രെൻഡ്, ഇപ്പൊ എനിക്കൊക്കെ ഒരു 4 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ വന്നിരുന്നിട്ടാ. അപ്പോ ഭയങ്കരമായിട്ട് ആ കുട്ടി സൂയിസൈഡിന്റെ ഭയങ്കര സൂയിസൈഡ് ടെൻഡൻസി ഉള്ള, അങ്ങനെ തോട്ടൊക്കെ വന്ന് ഡിപ്രസീവ്, ഭയങ്കര സിവിയർ ഡിപ്രഷൻ ആണ്. അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ത്രെട്ടൺ ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യണം. ആ വ്യക്തിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് ഈ വിഷയം പറയണം. ഇങ്ങനെ സ്വയം ഹാംഫുൾ ആണോ, മറ്റുള്ളവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള വ്യക്തി ഉണ്ടോ, അവിടെ നമ്മൾ നമ്മളെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ വന്ന ഇൻഫോർമന്റ് ആരാ, നിങ്ങൾ അവരുമായിട്ട്, അപ്പൊ ഈ ഇൻഫോർമന്റിന് യാതൊരു അറിവും ഈ ക്ലയന്റിനെ കുറിച്ചില്ല. കഫേന്ന് പരിചയപ്പെട്ടതാ. ന്യൂജൻ ട്രെൻഡൊക്കെ അങ്ങനെയാണ്. കഫേന്ന് പരിചയപ്പെട്ടു, ഒരു കോഫി കുടിച്ച സമയത്ത് വിഷയങ്ങൾ പറഞ്ഞു, വിഷമം കേട്ടപ്പോ
നമുക്ക് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ അന്വേഷിക്കാറുണ്ടോ, അങ്ങനെ കൺസൾട്ടേഷൻ വന്നു കൂടെ വന്ന വ്യക്തിയാണത്. അപ്പൊ നമ്മൾ എന്താ അവരുടെ അടുത്ത് നിന്ന് എടുക്കുക? അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഫോമന്റ് ആരാന്നും ഇൻഫോമന്റിന് എത്ര കാലമായിട്ട് ഈ വ്യക്തിയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് നോക്കണം. കാരണം ചിലപ്പോൾ കുറേ ഇൻഫോർമേഷൻ നമുക്ക് ഇൻഫോമന്റ് തരും, എന്നിട്ട് നമ്മളോട് പറയാണ് ഇന്നലെ പരിചയപ്പെട്ടതാന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ആ വിഷയങ്ങൾക്ക്. അപ്പൊ അത് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. അത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നലെ പരിചയപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഫോണിൽ പരിചയപ്പെട്ടവരുടെ വരെ രാത്രി കൺസൾട്ടേഷന് കൂടെ വരുന്ന കാലമാണ് ഇന്ന്. അപ്പൊ ഈ ഇൻഫോമന്റ് എത്ര കാലമായിട്ടുള്ള ബന്ധമുണ്ട്, ആരാണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്. അതായത് നമുക്ക് തന്ന ഇൻഫർമേഷൻ റെലവന്റ് ആണോ, പാർഷ്യൽ ആണോ, നോട്ട് റെലവന്റ് ആണോ, ആഡ്യൂക്കേറ്റ് ആണോ, പാർഷ്യൽ ആണോ, നോട്ട് ആഡ്യൂക്കേറ്റ് ആണോ, ഇതെങ്ങനെയാന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ ഒരു ക്ലയന്റ് എൻ്റെ അടുത്ത്, ക്ലയന്റും ചിലപ്പോൾ ക്ലയന്റ് ഒറ്റയ്ക്ക് സെൽഫായിട്ടായിരിക്കും വരിക. ക്ലയന്റ് ഒറ്റയ്ക്ക് വന്നാലും ക്ലയന്റിന്റെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാലും അവർ ഫസ്റ്റ് സെഷനിൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കത് ഡയഗ്നോസ് ചെയ്യാൻ മാത്രമുള്ള ഇൻഫർമേഷൻ അവർ തന്നിട്ടുണ്ടോ എങ്കിൽ അതിനെ നമ്മൾ റെലവന്റ് ആൻഡ് ആഡ്യൂക്കേറ്റ് എന്ന് പറയും. അതിനു പകരം തുറന്നു പറയാതെ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു, എന്നാൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല, പാസ്റ്റ് നമ്മളോട് പറഞ്ഞു തരുന്നില്ല, ഇപ്പൊ ഉള്ള പ്രശ്നം മാത്രം പറയുന്നു, വേറെ ഹിസ്റ്ററികളൊന്നും നമ്മളോട് റിവീൽ ചെയ്യുന്നില്ല, അത് റെലവന്റ് അല്ല. കാരണം നമുക്കൊരു ക്ലയന്റിന്റെ ഇപ്പോഴുള്ള ഇൻഫർമേഷൻ മാത്രം കിട്ടിയത് കൊണ്ട് അവരിലേക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷന് പോകാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ പാസ്റ്റിൽ എന്തായിരുന്നു, ചെറുതിൽ എങ്ങനെയായിരുന്നു, അവർക്ക് അറിയുന്ന ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു കൺസൾട്ടേഷൻ കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ മാത്രം വേണ്ടത്ര ഇൻഫർമേഷൻ ക്ലയന്റിൽ നിന്നോ ഇൻഫോർമന്റിൽ നിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷനെ നമുക്ക് റെലവന്റ് ആൻഡ് ആഡ്യൂക്കേറ്റ് എന്ന് പറയാം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പാർഷ്യൽ, നോട്ട് റെലവന്റ്, നോട്ട് ആഡ്യൂക്കേറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്യാപ്സൂൾ രൂപത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് മാത്രം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി ബാക്ക് സ്പേസ് ചെയ്ത് കളയാം. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ വന്ന ക്ലയന്റിന്റെ ആദ്യം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ കേസ് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സെഷൻ കൊണ്ട് കഴിഞ്ഞോളണം എന്നില്ല കേട്ടോ. അതും മനസ്സിലാക്കുക. എല്ലാ ഇൻഫർമേഷനൊന്നും നമുക്ക്, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഒ പിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ലെറ്റർ ഹെഡ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പേര്, ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, ഫാമിലി ഹിസ്റ്ററി, പ്രസന്റ് കംപ്ലൈന്റ്, അതുപോലെ പ്രെസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ, അതെന്താ ഞാൻ പറഞ്ഞുതരാം, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി, ഇത്ര ഏരിയ മാത്രമേ ഇപ്പൊ ഉള്ള ലെറ്റർ ഹെഡിലുള്ളൂ. പക്ഷെ എല്ലാം സൈഡിൽ നോട്ട് ചെയ്യും. ഇൻ കേസ് ആ ക്ലയന്റ് പറയാണ് എനിക്ക് വേറെ ഒരു ഡോക്ടറെ കാണിക്കണം, എനിക്ക് റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള റിപ്പോർട്ട് കൊടുക്കും. കാരണം നമ്മൾ കൗൺസിലിംഗിൽ ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻ റിപ്പോർട്ട് അവർക്ക് കൊടുക്കാറില്ല, ഇത് നമ്മുടെ കയ്യിലേ വെക്കാറുള്ളൂ. അവർക്ക് ഏതെങ്കിലും വേറെ ഡോക്ടറെ കാണിക്കണം, അവർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ തന്ന പാറ്റേണിൽ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് പല സിമ്പിൾസും വെച്ച് അത് നോട്ട് ചെയ്യുക. അതൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന ഐഡിയ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയ. അപ്പൊ എൻ്റെ മുന്നിലിരിക്കുന്ന ക്ലയന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഞാൻ ഐഡന്റിഫൈ ചെയ്തു, മനസ്സിലാക്കി. നെക്സ്റ്റ് ഏരിയ പ്രസന്റിങ് ചീഫ് കംപ്ലൈന്റ് ആണ്. അതായത് ക്ലയന്റ് വന്ന സമയത്ത് അവർ നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യുന്ന കംപ്ലൈൻസ്. അതായത് അക്കോർഡിംഗ് ടു പേഷ്യന്റ് ആൻഡ് അക്കോർഡിംഗ് ടു ഇൻഫോർമന്റ്, രണ്ട് ഏരിയകളുണ്ട്. ഈ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ക്ലയന്റ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതാൻ ശ്രമിക്കാം. ഇപ്പോ എൻ്റെ ക്ലയന്റ് എന്നോട് വന്നിട്ട് പറയാണ് എനിക്ക് ഭയങ്കര വെറിയാണ്, എല്ലാത്തിനോടും ഒരു വെറി വരികയാണ്, അല്ലെങ്കിൽ ഒരു പേടി, ഇപ്പൊ എന്ത് കറണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസന്റ്ലി എന്ത് ചെയ്യാനും പേടി ഫീൽ ചെയ്യാണ്, ഇനിയിപ്പോ ഇങ്ങനെ ആയിപ്പോയാൽ എന്റെ ഭാവി എന്താവും, എനിക്ക് നല്ല ജോലി കിട്ടുമോ, എനിക്ക് നല്ല ഫാമിലി ഉണ്ടോ, ഇങ്ങനെയാണ് ആൾ എന്നോട് പരാതികൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും പഠിച്ച നമുക്ക് മനസ്സിലാവും ഇതൊരു ആങ്സൈറ്റിയുടെ ഫീച്ചർ ആണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഈ പ്രസന്റ് കംപ്ലൈന്റില് നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലും നിങ്ങൾ ആങ്സൈറ്റി ആണ് പറഞ്ഞത് എന്ന് എഴുതരുത്. അതേസമയം ക്ലയന്റ് സേസ് ദാറ്റ്, ക്ലയന്റ് ഇങ്ങനെയാണ് പറഞ്ഞത്, ക്ലയന്റിന്റെ ഓൺ വേർഡ്സിൽ നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. ഒന്നിൽ പാരഗ്രാഫ് രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഇട്ട് റിപ്പോർട്ട് ചെയ്യാം. മാക്സിമം ക്ലയന്റ് ടെക്നിക്കൽ ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യാം. അല്ലാതെ നിങ്ങളായിട്ട് മെഡിക്കൽ ടെക്നിക്കൽ ടെർമിനോളജീസ് അവിടെ യൂസ് ആക്കരുത്. അടുത്തത് അക്കോർഡിംഗ് ടു ഇൻഫോർമന്റ്. ഇതുപോലെ തന്നെ ഇൻഫോർമന്റ് എന്താണോ നമ്മളോട് പറഞ്ഞത് അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. ഇതില്
പ്രസന്റ് കംപ്ലൈന്റ് ആട്ടോ. ഇപ്പൊ എന്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പറയും എന്താ കാര്യം ചോദിക്കുമ്പോ അപ്പൊ പറയുമല്ലോ കുറച്ച് ബുദ്ധിമുട്ടുകൾ. അതാണ് പ്രസന്റ് കംപ്ലൈന്റ്. അതിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ വേറെ എടുക്കും. അപ്പൊ ആ ഒരു കംപ്ലൈന്റ് മാത്രമാണ് ഈ ഏരിയയിൽ എഴുതേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? മാഡം ലാസ്റ്റ് പറഞ്ഞത് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് അതല്ലേ? പ്രസന്റിങ് ചീഫ് കംപ്ലൈന്റ് കേട്ടാ. ഇത് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് കംപ്ലൈന്റ് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പ്രസന്റിങ് ചീഫ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റിങ് ചീഫ് കംപ്ലൈൻസ്. യെസ് യെസ് യെസ്. ക്ലയന്റ് എന്താണ് അത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പേഷ്യന്റ് ഓൺ വേർഡ്സ്, ഇൻഫോമൻസ് ഓൺ വേർഡ്സ്. നമ്മുടെ രീതിയിൽ അത് എടുത്തെഴുതരുത്. അവര് പറഞ്ഞ രൂപത്തിൽ തന്നെ എഴുതാം. ഇപ്പൊ പേഷ്യന്റ് എനിക്ക് ഉറക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസോംനിയ എന്ന് എഴുതരുത്. അല്ലേ മാഡം പറഞ്ഞത്? അതെ, ലാക്ക് ഓഫ് സ്ലീപ്പ് എന്നോ അവരെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ പേഷ്യന്റ് ചിലപ്പോൾ ഈറ്റിംഗ് നന്നായിട്ട് കഴിക്കുകയാണ്, അപ്പൊ നമ്മൾ ഓവർ അപ്പറ്റൈറ്റ് അങ്ങനെയൊന്നും എഴുതേണ്ട. എന്താണോ നിങ്ങളുടെ ഈ ഒരു റെക്കോർഡ് ഒന്നും അറിയാത്ത അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു കേസ് വായിച്ചു കഴിഞ്ഞാൽ ആ ക്ലയന്റ് ആരായിരുന്നു, ക്ലയന്റ് എങ്ങനെയാണ് നിങ്ങളെ മുന്നിൽ വന്ന സമയത്ത് എന്തു പറഞ്ഞു, അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്നു, ഈ മനസ്സിലാക്കിയ രോഗത്തിന്റെ പേരെന്താണെന്നും അതിന്റെ സിംറ്റംസ് എന്താണെന്നൊക്കെ ഒന്നും അറിയാത്ത സൈക്കോളജി പഠിക്കാത്ത ഒരാൾക്കും മനസ്സിലായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ ഞാന്. ഓക്കെ മാം. അടുത്ത മൂന്നാമത്തെ ഏരിയ, ഫസ്റ്റ് ഏരിയ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ പറഞ്ഞു. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം നിങ്ങളുടെ തലയിലേക്ക് ഇങ്ങനെ തറച്ച് കയറട്ടെ കരുതിയിട്ടാട്ടോ. ആർക്കെങ്കിലും ഈ റിപ്പീറ്റേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ ഡാറ്റ കഴിഞ്ഞ് കംപ്ലൈൻസ് പറഞ്ഞ് അടുത്ത ഏരിയ ഈ പറഞ്ഞ കംപ്ലൈന്റിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണ് നമ്മൾ. ഇപ്പോ യാസ്ർ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ് ഉറക്കം തീരെ ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാം, എന്താണോ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ സംഭവിക്കുന്നുള്ള ഒരു തോന്നൽ വരിക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണ്ടേ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയലുണ്ടേ, നമ്മളിപ്പോ ഇങ്ങനെ ഓരോ ആൻസൈറ്റി, OCD, PTSD, ഫോബിയ എന്നൊക്കെ പഠിച്ചു പോയല്ലോ. ഒരു ഡിസോർഡറുകളെ മുന്നിൽ അത് ഒറ്റയ്ക്കായിട്ട് വരില്ല കേട്ടോ, അവിയൽ പരുവത്തിലാവും. അങ്ങനെ കൂടിക്കലർന്ന് ഇതെന്താ ഫസ്റ്റ് കഴിയുമ്പോൾ OCD, ഫോബിയ ഉണ്ടല്ലോ അല്ലെ, സ്ട്രെസ്സും ഉണ്ടല്ലോ, ടെൻഷനും ഉണ്ടല്ലോ, അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു കുഴഞ്ഞ പരുവത്തിലാവര്. അപ്പൊ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാൽ അതിന് തിയറി പഠിച്ചില്ലായിരുന്നിട്ട് ബുദ്ധിമുട്ടില്ല. ഏത് രോഗം വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ രോഗത്തിന്റെ പേരിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, അയാള് കാണിക്കുന്ന ലക്ഷണങ്ങളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ ഇന്ന രോഗമാണ് എന്ന് ഒരു ലാബിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സിംറ്റംസിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഏത് വലിയ രോഗം വന്നാലും രോഗത്തിന്റെ ലക്ഷണത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി കേട്ടാ. അല്ലാതെ രോഗം കണ്ടെത്താനുള്ള ഒരു ത്വര നിങ്ങൾക്ക് വേണ്ട. ചിലപ്പോൾ കണ്ടെത്താൻ കഴിയൂല ഇങ്ങനെ അവിയൽ പരുവത്തിലൊക്കെ വരും. അപ്പൊ ഇനി ഹിസ്റ്ററി ഓഫ് പ്രസന്റ് കംപ്ലൈന്റ്. ഇപ്പൊ നമ്മൾ എൻ്റെ അടുത്ത് വന്ന ക്ലയന്റ് പറഞ്ഞ കംപ്ലൈന്റിന്റെ ഒരു ഹിസ്റ്ററി എനിക്ക് വേണം. ഉറക്കമില്ല എന്ന് പറയുമ്പോൾ എത്ര കാലമായി ഉറക്കമില്ല ഞാനിട്ട് എന്നെനിക്ക് അറിയണമല്ലോ. ഇപ്പൊ ആള് 3 ദിവസമോ 4 ദിവസമോ ട്രിപ്പ് പോയി, നമുക്ക് ഒരു 1 or 2 ദിവസത്തെ ഉറക്കം പോയി കഴിഞ്ഞാൽ 3 or 4 പിന്നെ അടുത്ത 4-5 ദിവസം വേണം അതൊന്ന് കോപ്പപ്പ് ചെയ്തെടുക്കാൻ അല്ലെ. അവിടെ ഒരു റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാത്തതിന് കാരണം വലിയ കുഴപ്പമില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം എത്ര കാലമായി നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്, ഡ്യൂറേഷൻ എത്ര എന്നുള്ളത്. ഇത് ഉറക്കത്തെ മാത്രമല്ല കേട്ടോ, നമ്മളോട് കുറെ പ്രയാസങ്ങൾ പറയുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഇപ്പോഴും നമ്മുടെ വാക്കുകൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. നമ്മൾ എത്ര നോളജ് ഉള്ള ആളാണെങ്കിലും എത്ര ലാംഗ്വേജ് ഇംഗ്ലീഷും തമിഴും മലയാളവും എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് ചില ആളുകളുടെ മലയാളം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഈ ബോംബ്ലാസ്റ്റിക് വേർഡ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മുടെ ക്ലയന്റ് വളരെ പാവാണ്. നമ്മൾ എത്ര വലിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം നമ്മൾ സംസാരിക്കുക. നമ്മൾ ഭയങ്കര ജെന്യൂൻ ആൻഡ് പൊളൈറ്റ് ആയിരിക്കണം. അല്ലാതെ എനിക്ക് ഒരുപാട് നോളജ് ഉണ്ട് ഞാൻ എന്തോ ആണ് എന്ന് എത്തിയിരുന്ന് അവരെ പേടിപ്പിക്കരുത്. ഒരു ക്ലയന്റ് എന്ന് പറയും അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നൊരു ഹൈപ്പോകോൺട്രിയാറ്റിസ് എന്ന് പറഞ്ഞ രോഗം,
അപ്പൊ ക്ലയന്റ് ഇങ്ങനെ പ്രശ്നം പറയുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പോകോൺഡ്രിയാസിസ് ആന്നൊക്കെ പറയുമ്പോൾ കപ്പയ്ക്ക് അത് പേടിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത് ഇങ്ങനെ ഒരു പ്രയാസമാണ്. ഇത് സ്വാഭാവികമായിട്ട് ഒരുപാട് പേരിൽ കാണാണ്ട് നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്താൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഒരു നല്ല രൂപത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ നോളജ് എവിടെ നമ്മൾ പൊങ്ങച്ചം പറയണം, നമ്മളെ തരക്കാർ ഇപ്പൊ ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പിലൊക്കെ നമുക്ക് എന്തും പറയാം. കാരണം നമ്മളിപ്പോ ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാതിരിക്കുന്ന ആളുകളാണ്. അവരുടെ ഇടയിൽ നല്ല അടിപൊളിയൊക്കെ യൂസ് ചെയ്താൽ ക്ലയൻസ് പാവങ്ങളാണെന്നുള്ള ഒരു ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ള ഒരു സംഭവം അവർക്ക് കൊടുത്തോളാം. അപ്പോൾ ഡ്യൂറേഷൻ എത്ര കാലമായി നിങ്ങളുടെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്, മേ ബി പറയും ക്ലയന്റിന്റെ കൂടെ വന്നവരോ 2-3 ദിവസമായിട്ടുള്ളത് ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെ കാണിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ മാസങ്ങളോളം പറയും, അല്ലെങ്കിൽ പറയും 2 വർഷമായി ഇതുപോലെ പ്രയാസം തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പൊ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്തോണ്ടാ വന്നത്. എന്ത് പറഞ്ഞാലും ആ ഡ്യൂറേഷൻ മാത്രം ഇവിടെ കൊടുക്കുക. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ma'am. ഏരിയ മോഡ് ഓഫ് ഓൺസെറ്റ്. മോഡ് ഓഫ് ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരാളുടെ സിംറ്റംസ് ഡയഗ്നോസബിൾ ക്രൈറ്റീരിയയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മോഡ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയും. അവിടെ ഓക്കെ, ഒരാളുടെ സിംറ്റംസ് നമുക്ക് വിസിബിൾ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മോഡ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയും. ഇപ്പൊ ഒരാളുടെ മൈൻഡിൽ കുറെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ പുറത്തേക്ക് കാണിക്കുമ്പോഴാണല്ലോ അയാൾ ചിലപ്പോൾ ഉറങ്ങാണ്ടിരിക്കുക, അല്ലെങ്കിൽ അയാളുടെ ഫങ്ഷൻസിനെ ബാധിക്കുക, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ട് ഇയാൾക്ക് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുക. അല്ലാതെ സ്റ്റാർട്ടിങ് പീരീഡിലൊന്നും ആ പ്രയാസം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയില്ല. ആ വ്യക്തിയും വിചാരിക്കും പലപ്പോഴും ഇത് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, ക്ലിയർ ആവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എത്ര കാലമായി തുടങ്ങിയിട്ട് എന്ന് ഫസ്റ്റ് ഡ്യൂറേഷൻ ചോദിക്കുന്നതിന് പകരം എങ്ങനെയാണ് ഇത് മോഡ് ഓഫ് ഓൺസെറ്റ് വന്നത്. അതായത് ഇപ്പോ ഈ ഒരു ഇത്രത്തോളം ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന ഇത്രത്തോളം ബുദ്ധിമുട്ട് കണ്ടു തുടങ്ങിയിട്ട് എത്രയായി, അപ്പൊ അത്രയും പ്രയാസം മാനേജബിൾ ചെയ്യാൻ പറ്റാത്തോണ്ടാണല്ലോ എൻ്റെ അടുത്ത് വന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഡ്യൂറേഷനും ഇത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചിലര് പറയും ഇപ്പൊ കുറച്ച് വയലന്റ് ആയി, 48 മണിക്കൂറായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയും, അതിന്റെ മോഡ് ഓഫ് ഓൺസെറ്റ് അബ്രപ്റ്റ് ആണ്. ചിലര് പറയും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസം കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മോഡ് ഓഫ് ഓൺസെറ്റ് അക്യൂട്ട് ആണ്. 1-2 ആഴ്ചയായിട്ട് നല്ല പ്രയാസം ഇതുപോലെ കാണിച്ചത് കൊണ്ടാണ് മാം ഇപ്പൊ കാണിക്കാൻ വന്നത് എന്ന് പറയാൻ സബ് അക്യൂട്ട്. ഇൻസീഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ പ്രയാസം പോയി മാസങ്ങളോളായി അല്ലെങ്കിൽ 1 മാസോ അതിൽ കൂടുതലോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻസീഡിയസ് എന്ന് പറയാം. ഡ്യൂറേഷനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഒരു LD കേസ് പറയാം. പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ടീച്ചർ ചിലപ്പോൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും, കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എത്ര പഠിപ്പിച്ചിട്ടും പഠിക്കുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആയ ലാംഗ്വേജ് ഒന്നും കോംപ്രഹെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിവേഴ്സ് റൈറ്റിംഗ് ഉണ്ട്, മിറർ റൈറ്റിംഗ് ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാരന്റ് കരുതാ 1ാം ക്ലാസ് അല്ലേ, ചെറിയ ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞ് ഒരു 4ാം ക്ലാസ് വരെ പോയി. 4ാം ക്ലാസ്സിലെത്തിയപ്പോ പാരന്റ് കുട്ടി കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ തുടങ്ങി. പഠിക്കാതിരിക്കാൻ വിളിച്ചാൽ വരൂല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മ കുറച്ചു നേരം പഠിപ്പിച്ചാൽ തന്നെ കൈ കടയുന്നു, പഠിക്കാൻ വയ്യ, കുഴങ്ങുകയാണ്, വെള്ളം കുടിക്കണം, ബാത്റൂം പോകണം, ടോയ്ലറ്റ് പോകണം, ഇങ്ങനെ എക്സ്ക്യൂസുകൾ പറയണം, മാക്സിമം ഹോംവർക്കുകൾ കട്ട് ചെയ്യാണ്, സ്റ്റഡി പീരീഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റഡീസ് പുറകിലായി തോന്നിയത് ആ മദറിന് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പൊ ഇവിടെ നമ്മളെടുത്ത് ആ സമയത്ത് ക്ലയന്റിന്റെ മദർ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 4 വർഷം ഉണ്ട് അല്ലെ. ശരിക്കും LD സ്റ്റാർട്ട് ചെയ്തിട്ട് 1ാം ക്ലാസ്സിന്നേ ആ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായി ഫീൽ ചെയ്ത മോഡ് ഓഫ് ഓൺസെപ്റ്റ് ചിലപ്പോൾ 1-2 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് ഓക്കെ ആണല്ലോ. ഇനി എഴുതാൻ തുടങ്ങുമ്പോ എന്നെ ശല്യം ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയാലോ? യെസ് മാം. പിന്നെ ഒരു എക്സ്ക്യൂസ് ഞാൻ ഇപ്പോഴേ പറയാണ്, നല്ല ഇടിയും മിന്നും മഴയുണ്ട്, വൈഫൈ കട്ടായി പോയാൽ ഞാൻ കട്ടാവേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ ആ 4 വർഷമാകുമ്പോ എന്താ കണ്ടിന്യൂസ് എഴുതണോ? എങ്ങനെയാ? ഇപ്പം പറഞ്ഞല്ലോ ഇതെ. അപ്പൊ 4 വർഷമായിട്ടെന്ന് പറയുമ്പോ ഇൻസീഡിയസ് ആണോ അതോ വേറെന്തെങ്കിലും ആണോ? അത് ഇൻസീഡിയസ് ആണ്.
മിക്കവാറും ഇൻസീരിയസ് ആയിട്ടാവും അവർ നമ്മളോട് പറയാം. കാരണം ഇപ്പോഴാ നല്ല ബുദ്ധിമുട്ട് തുടങ്ങിയ, മാസങ്ങളോളം എന്തായാലും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഒരു 2 ദിവസം പഠിക്കാതിരിക്കുമ്പോഴൊന്നും അവരത് എഴുതൂല കേട്ടോ. ഡ്യൂറേഷൻ 4 വർഷം ഇൻസീരിയസ്. ഇനി അതല്ല, അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു, ഈ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ അടുത്ത് കാണിച്ച് ഈ മാം എന്തോ ഒരു ഡിസ്റ്റർബൻസ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അല്ലെ? മാം എല്ലാവരോടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയോ? ഓക്കെയാണ്. മിക്കവാറും ഇവിടെ ആയിരിക്കും, ഭയങ്കര മഴ പെയ്യുന്നു. ഇപ്പൊ ഓക്കെയാണ്. അതായത് ഡ്യൂറേഷൻ 4 വർഷം ആണെങ്കിലും ചിലപ്പോ അവര് പറയും മാസങ്ങളോളം ആയി ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ മോഡ് ഓഫ് ഓൺസെറ്റിൽ നമ്മൾ ഇൻസീരിയസ് കൊടുക്കേണ്ടതുള്ളൂ. അതല്ല, അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ 2 ആഴ്ച ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയുള്ളെങ്കിൽ നമ്മൾ അവിടെ സബ് അക്യൂട്ട് കൊടുത്താൽ മതി. കാരണം ഡ്യൂറേഷനും മോഡ് ഓഫ് ഓൺസെറ്റും ഡിഫറെന്റ് ആണ്. ഡ്യൂറേഷൻ അത് തുടങ്ങിയ മുതലേ പലർക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂല. അത് നന്നായിട്ട് പുറത്തേക്ക് കാണിച്ചു തുടങ്ങുമ്പോഴാണ് മോഡ് ഓഫ് ഓൺസെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് വരും. ഇനി കോഴ്സ് ആണ്. അതായത് ഇപ്പൊ ഒരു കുട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി കാണിക്കുന്ന സിംറ്റംസ്, കുട്ടീന്ന് വിടാ, ഒരു വ്യക്തി കാണിക്കുന്ന സിംറ്റംസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടോ? അതായത് ആ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എപ്പിസോഡിക് ആണോ? ഫ്ലക്ച്വേറ്റിംഗ് ആണോ? അതോ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി ഇല്ലേ? ഇത് പലതരത്തിലുണ്ട്. പൊതുവെ കണ്ടിന്യൂസ് ആവുമ്പോഴോ ഫ്ലക്ച്വേറ്റിംഗ് ആവുമ്പോഴൊക്കെ നമ്മളെടുത്ത് വരിക ചില ഡിസോർഡറുകൾ മാത്രം എപ്പിസോഡിക് ആണ്. അതായത് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരും, പിന്നെ അങ്ങോട്ട് കുറച്ചു കാലം നോർമലൈസ് ചെയ്തു പോകും, പിന്നെയും ഭയങ്കര ടെൻഷനും മൂടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് നമ്മള് ബൈപോളാർ ഡിസോർഡർ എന്നൊക്കെ പറയും. ആ ഡിസോർഡേഴ്സ് ഒക്കെ ഇങ്ങനെ എപ്പിസോഡിക് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ തോന്നും മാറിയല്ലോ, ഇയാൾ ഓക്കെ ആയല്ലോ, പിന്നെ അതുപോലെ ഡൗൺ ആയിപ്പോ. ആ ഡിസോർഡർ ആണ് എപ്പിസോഡിക് സിംറ്റംസ് കാണിക്കുന്നത്. ബാക്കി ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിങ്ങോ അൺക്ലിയറോ. അൺക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുകയാണ് ഈ സിംറ്റംസ് എങ്ങനെയാ കാണിക്കാറ്, നല്ല കൂടി വരുന്നുണ്ടോ, ഫ്ലക്ച്വേറ്റിംഗ് ആണോ ചോദിക്കുക. അപ്പൊ നമ്മളോട് ക്ലയന്റോ അല്ലെങ്കിൽ ക്ലയന്റിന്റെ കൂടെയുള്ള ഇൻഫോർമന്റോ പറയാം അത് ഇപ്പൊ എനിക്ക് പറയാൻ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കുത്തി കുത്തി ചോദിക്കേണ്ട, അൺക്ലിയറിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉത്തരം കിട്ടിക്കോളണം എന്ന് യാതൊരു നിർബന്ധവും നമുക്കില്ല കേട്ടോ ഈ കാര്യത്തിലൊന്നും. കാരണം നമുക്ക് സിംറ്റം പറയുമ്പോൾ തന്നെ ഏകദേശം അത് ഏതാണ്ട് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. ഇനി ഇന്റൻസിറ്റി, ഈ സിംറ്റംസിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, സെയിം ആണോ, ഇൻക്രീസിങ് ആണോ, ഡിക്രീസിങ് ആണോ? പൊതുവെ ഡിക്രീസിങ് ആണെങ്കിൽ നമ്മളടുത്ത് കൺസൾട്ടേഷന് വരില്ല. ഒരാൾക്ക് കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, അത് കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മളടുത്ത് കൺസൾട്ടേഷന് വരില്ല. ആ പ്രയാസം സെയിം ആയിട്ട് നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിലേ അവർ വരും. അപ്പോ ഇതിലേക്ക് ഈ 4 ഏരിയകളിലും നിങ്ങൾക്കുള്ള പോയിന്റ് മാത്രം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ ക്ലിയർ ചെയ്തോളണം അവിടെ കേട്ടോ. എല്ലാ ഏരിയകളൊന്നും ടൈപ്പ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും നിങ്ങൾക്ക് വേണ്ട. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അടുത്തത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. ഇതിനെന്താ പറയാന്ന് വെച്ചാൽ മലയാളത്തില് ഹേതു എന്ന് പറയുമല്ലോ, അതായത് പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയും. ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയണ. അതെ. ഇപ്പോ ചിലപ്പോ അവർക്ക് അത് പറയാനുണ്ടാവും. ഇപ്പൊ ഒരു കുട്ടി പെട്ടെന്ന് അബ്നോർമൽ ആയതാണ്. അപ്പൊ ആ കുട്ടിയുടെ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോ പാരന്റ് പറയും ചെറുതിലൊന്ന് നന്നായി പനി വന്നിരുന്നു, ആ പനിക്ക് ശേഷം അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലെയുള്ള പനി വന്നു, അപ്പൊ ബ്രെയിനിൽ എന്തായാലും ന്യൂറോൺസ് നശിക്കും, അതുകൊണ്ടാണ് അതുണ്ടായത്. അപ്പൊ അവിടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ മെനിഞ്ചൈറ്റിസ് ആണ്. ഇനിയിപ്പോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇല്ലേ, ഡെലിവറിക്ക് ശേഷം ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നു, അവിടെ ആ ഡെലിവറിയാണ് അവിടെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ളത് അല്ലെ. ഡെലിവറിക്ക് ശേഷം വന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. പലപ്പോഴും ഈ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ അൺനോൺ ആയിരിക്കും ക്ലയന്റിന് അൺനോൺ ആയിരിക്കും. പക്ഷെ ഒരുപാട് സെഷൻ എടുക്കുമ്പോൾ നമുക്കത് നോണായി വരാൻ സാധ്യത കൂടുതലാണ്. അവരെ സെഷൻസ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന റീസൺ കൊണ്ടാണ് ഇയാൾ ഇന്ന സിംറ്റംസ് കാണിക്കുന്നത് എന്നുള്ളത്. പല ഫോബിയകളും എടുക്കുമ്പോൾ ചില സമയത്ത് അവരെന്നെ പറയും ചെറുതിൽ പേടിച്ചതാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പേടിപ്പിച്ചതാണ്, ഇങ്ങനെ പറയാൻ അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അവരിങ്ങനെ ഹിസ്റ്ററിയും അവരെ കൂടുതൽ അറിയുമ്പോൾ ആ കുട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് തന്നെ ആ ഫോബിയക്ക്. ഇപ്പൊ ചില ആളുകൾ പറയും എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു 45 വയസ്സായതിനു ശേഷം ലിഫ്റ്റിൽ കുടുങ്ങിയതാ, അതിനു മുന്നേ നന്നായിട്ട് ലിഫ്റ്റ് യൂസ് ചെയ്തിരുന്ന ആളാണ്.
കേൾക്കുന്നില്ലല്ലോ മാം. ഞാനൊന്ന് മ്യൂട്ട് ചെയ്തു. ആണോ? അതായത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ഇപ്പൊ 45 വയസ്സായ ഒരു ക്ലയന്റ് തന്നെയാണ്. നന്നായിട്ട് നല്ലൊരു ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളാണ്. ലിഫ്റ്റിലൊക്കെ എങ്ങോട്ട് പോകുമ്പോഴും ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ യൂസ് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ദുബായിൽ വെച്ച് ഒരു സമയത്ത് ലിഫ്റ്റില് ലോക്കായി പോയി. ഭയങ്കരമായിട്ട് ആള് പാനിക്കായി. ലിഫ്റ്റിലും കുടുങ്ങി. പവർ സപ്ലൈ പോയ സമയത്ത് അയാൾക്ക് എന്തോ ഭയങ്കര ഡിസ്റ്റർബിങ് തോന്നി. അതിനുശേഷം അയാൾക്ക് ഒരു ബിസിനസ് മീറ്റിംഗിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ ഒരാളെ സപ്പോർട്ട് വേണം. എസ്കലേറ്ററിൽ കയറാൻ പറ്റും, അല്ല ലിഫ്റ്റിൽ കയറാൻ പറ്റും. ഇവിടെ ഈ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് ആ ലിഫ്റ്റിൽ കുടുങ്ങി എന്നുള്ളത് അതിനുശേഷമാണ് അയാൾക്ക് ഉണ്ടായത്. ഇനി PTSD പോലുള്ള രോഗങ്ങളായിട്ട് ഒരാൾ വരികയാണ്. ചിലപ്പോൾ ഒരാളുടെ ഡെത്ത് കാരണം സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണോ റീസൺ നമുക്ക് അറിയുന്നത്, ക്ലയന്റ് പറഞ്ഞതുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായതുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അൺനോൺ എന്ന് എഴുതി കൊടുക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ മാം, ക്ലിയർ. എന്താ? ക്ലിയർ ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. എനിക്ക് നല്ല മഴയായിട്ട് നല്ല മഴയായിട്ട് ക്ലാരിറ്റി കുറവുണ്ട്. അടുത്തൊരു ഏരിയ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രസന്റ് ഇൽനെസ് ആണ്. ഇത് ഈ ഒരു ബ്രാക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ ക്ലയന്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തെഴുതി കൊടുക്കും. ഇപ്പോ ക്രോണോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് അബ്നോർമൽ ബിഹേവിയർ അസോസിയേറ്റഡ് ഫോബിയ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ക്ലയന്റ് എന്തെങ്കിലും എക്സ്ട്രീം പേടി കാരണം എന്തെങ്കിലും അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നുണ്ടോ, ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് മാറ്റി എഴുതാം. ഹോമിസൈഡ് ഉണ്ടോ? ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. സൂയിസൈഡ് എന്ന് പറയുമ്പോൾ സ്വയം ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്വയം കമ്മിറ്റ് ചെയ്യുന്നത്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹാം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് ഹോമിസൈഡ് എന്ന് പറയാം. നമ്മളോട് ക്ലയന്റ് സംസാരിക്കുമ്പോൾ പറയാം, എനിക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ കൂടെ ബുദ്ധിമുട്ടിക്കുന്നവരെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം, ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ അറിയാതെ നമുക്ക് ഫീൽ ചെയ്യുകയാണ് ഇയാളുടെ അടുത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഹോമിസൈഡ് ഒക്കെ നമ്മൾ എഴുതുക. ഈ ഹോമിസൈഡ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യും കേട്ടോ. ബ്രേക്ക് ചെയ്തിരിക്കാം. ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ, അതായത് നശിപ്പിക്കുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവരെ ലൈഫിനെ തന്നെ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ, അവരുടെ ജോബിനെ, അവരുടെ ഫങ്ഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ ഉണ്ടോ എങ്കിൽ ഈ ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ എന്നിട്ട് എഴുതാം. തോട്ട് കോണ്ടന്റിൽ എന്താണ്? സൂയിസൈഡൽ ഐഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെലൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഡെലൂഷൻ എന്താ പറയാ? ഇല്ലാത്തത് ഉണ്ട് തോന്നുന്നതാണോ? എനിക്കെതിരെ മറ്റാൾക്കാർ നീക്കം ചെയ്യുന്നത് ചിന്തിക്കുന്നതല്ലേ? എങ്ങനെ? സവിത പറഞ്ഞ ഹാലൂസിനേഷൻ ആണ്. എനിക്കെതിരെ മറ്റുള്ളവര് നീക്കം പ്ലാൻ ചെയ്യുന്ന ഇങ്ങനെ അതല്ലേ? എനിക്കെതിരെയായിട്ട് അതൊരു തരം ഡെലൂഷൻ ആണ്. ഡെലൂഷൻ തെറ്റായ വിശ്വാസങ്ങള്. അതെ, ഡെലൂഷന് നമുക്കൊരു വൺ വേർഡ് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അൺഷെയ്ക്കബിൾ ഫോൾട്ടി ബിലീഫ്. എന്ത് എവിഡൻസ് വെച്ച് ചെയ്ത് കൊടുത്താലും അത് അവർ വിശ്വസിക്കൂല. ഇപ്പോ പാരനോയിഡ് പെർസിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറഞ്ഞൊരു ഡെലൂഷൻ. ഈ ഡെലൂഷൻ ഉള്ള ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുക എന്താണ്? എന്നെ മറ്റുള്ളവർ ഉപദ്രവിക്കും, എന്നെ മറ്റുള്ളവർ കുറ്റം പറയണം, അവരെന്നെ കുറിച്ച് മാത്രം പറയുന്നു. ഇതിന് നമ്മൾ കുറെ ഇൻസിഡൻസും എവിഡൻസും അവരെ മുന്നിൽ കൊടുക്കുകയാണ്. അല്ല, അവർ ഇന്നതാ സംസാരിക്കുന്നത്, റെക്കോർഡ് വരെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ എന്നെ കുറിച്ചാവില്ല, പക്ഷെ അവരുടെ ഉദ്ദേശം എന്നെയാണ്. അങ്ങനെ എന്തെന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ബിലീഫ് ഷെയ്ക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അൺഷെയ്ക്കബിൾ ഫോൾട്ടി ബിലീഫ്. നമ്മൾ ഒരു വ്യക്തിക്ക് ഡെലൂഷനും ഹാലൂസിനേഷനും ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഭ്രാന്ത് എന്നുള്ള കാറ്റഗറിയിൽ ഇടുന്നത് കേട്ടോ. ഇത് രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ അവര് കംപ്ലീറ്റ്ലി അബ്നോർമൽ ആണ്. ഒരാൾക്ക് ഡെലൂഷനും ഹാലൂസിനേഷനും ഒരുമിച്ചുണ്ടാവുകയാണെങ്കിൽ അയാൾ നമുക്ക് എന്തായാലും അബ്നോർമൽ എന്നുള്ള കാറ്റഗറിയിൽ കംപ്ലീറ്റ്ലി പക്കാ പച്ചവെള്ളം, അതൊരു അബ്നോർമൽ ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു 6 വർഷം മുന്നേ പാലക്കാട് ഒരു കേസ് കേട്ടിരുന്നു. ഒരു ഗർഭിണിയായ മദർ കുട്ടിയെ കഴുത്തറുത്ത് കൊന്നത്. എന്നിട്ട് കൊന്നതിന് ശേഷം പോലീസിന് വിളിച്ചു പറഞ്ഞ്
ഞാൻ എന്റെ കുട്ടീനെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ മരിച്ചതല്ലേ? ഇപ്പൊ സൂയിസൈഡ് ചെയ്ത അമ്മയാ? അല്ല അല്ല, ഇതൊരു 6 വർഷം മുന്നേ ആള് ഗർഭിണിയാണ്. കുട്ടിക്ക് ഒരു 5 6 വയസ്സായിട്ടുണ്ട്. ഒരു ആൺകുട്ടിയെ. എന്താ ആളുടെ ഡെലൂഷൻ എന്നറിയോ? ബലി കൊടുത്തു കഴിഞ്ഞാല് ഞാനും എന്റെ മോനും സ്വർഗത്തിൽ പോകുന്നു. അത് പറയും ചെയ്തു. പോലീസിനെ വിളിച്ചു പറഞ്ഞത് ഞാൻ പടച്ചോനെ എന്റെ കുട്ടിയെ ബലി കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ അത് പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആയിട്ട് വീട്ടിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആ പോസ്റ്റ്മോർട്ടം ആ കുട്ടി ജനിച്ച മുതലേ ഇഷ്യൂ ഉണ്ട്. അതിനെ ഇത് ക്യൂർ ചെയ്യാതെ അടുത്ത പ്രഗ്നൻസി സമയമായപ്പോ പ്രീപാർട്ടം പോലുള്ള ഇഷ്യൂസ് വന്ന് ഹാലൂസിനേഷനും ഡെലൂഷനും ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതാ. അല്ലാതെ അതിനെ നമ്മള് കൗൺസിലിംഗ് പഠിക്കുന്ന നമ്മൾ അതൊരു ക്രൈമായിട്ട് എടുക്കരുത്. മാനസിക രോഗിയാണ്. അതായത് ഹാലൂസിനേഷൻ അവർക്ക് എപ്പോഴും അശരീരി കേട്ടിരുന്നു. അതായത് നിന്റെ കുട്ടീനെ കൊല്ല്, നിന്റെ കുട്ടീനെ ബലി കൊടുക്ക്, കൊല്ലുന്നല്ല, നിന്റെ കുട്ടീനെ പടച്ചോന് ബലി കൊടുക്ക്, നീയും കുട്ടിയും സ്വർഗത്തിലേക്കുള്ളതാ, ഇങ്ങനെയുള്ള അശരീരി കേട്ടത് കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തത്. പിന്നെ ക്രൈം കഴിഞ്ഞ് നമ്മള് അതിന്റെ കേസും കാര്യങ്ങളും അത് ട്രീറ്റ്മെന്റിലേക്ക് എപ്പോഴും പോവാം കേട്ടോ. കൗൺസിലിംഗ് റിലേറ്റഡ് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ട്രീറ്റ് ചെയ്യാതെ പോയാൽ ഇതുപോലെയുള്ള ഹാലൂസിനേഷനും ഡെലൂഷനും കാണാറുണ്ട് കേട്ടോ. പലപ്പോഴും പല ന്യൂസും കാണാറുണ്ടായിരിക്കും നിങ്ങൾ. ഡെലിവറി കഴിഞ്ഞ ഉടനെ കുട്ടികളെയൊക്കെ കൊല്ലണ അമ്മമാര്. അപ്പൊ സാധാ ആൾക്കാരാണെങ്കിൽ പറയാ കുട്ടിനെ ആർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്നില്ല, എന്തിന്റെ കേടായിരുന്നു. പക്ഷെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എത്തുമ്പോൾ ചെയ്തു പോകുന്നതാണ്. കാരണം അവർക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും അവരെ ചെവിയില് ഈ കുട്ടിയാണ് നിനക്ക് ബുദ്ധിമുട്ട്. കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഡെലിവറി കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ നമുക്ക് പ്രയാസം ഉണ്ടാക്കണം. വൃത്തിക്ക് ഉറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല, റെസ്റ്റ് ഇല്ല, അല്ലെ? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാം. പിന്നെ വീട്ടിലെ വേറെ മാനേജ്മെന്റ് ഇത്. അപ്പൊ ഇത്രയും ഇഷ്യൂസിനിടക്ക് ഈ ഒരു ഫീലിങ്സ് കയറുമ്പോ എപ്പോഴും ചെവിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയെ പ്രശ്നം, ഈ കുട്ടിയെ പ്രശ്നം, ഈ കുട്ടിയെ പ്രശ്നം. അപ്പൊ ഒരു പരിധിയിലപ്പുറം വരുമ്പോ എപ്പോഴും ഹാലൂസിനേഷൻ പോസിറ്റീവ് കമന്റ് വരൂല കേട്ടോ. ഒരു ഹാലൂസിനേഷനും പോസിറ്റീവ് കമന്റ് വരില്ല, നെഗറ്റീവാ വരാം. അപ്പോ അതിനെ ഒഴിവാക്കുക, അതിനെന്തെങ്കിലും ചെയ്തേക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഒരിക്കൽ ഈ പോസ്റ്റ്നേറ്റൽ കെയർ ഇല്ലേ, പോസ്റ്റ്നേറ്റൽ കെയറിൽ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ടായിരുന്നേ. ആ ഗ്രൂപ്പ് കൗൺസിലിംഗിൽ എന്നോട് ഒരു പാരന്റ് പറഞ്ഞിരുന്നത് ഞാൻ രക്ഷപ്പെട്ടതാണ്. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ കുട്ടി എങ്ങനെ ഓവളിലിട്ട് ചൂടാക്കിയാലോ എന്ന് ഫീൽ ചെയ്യും. എന്നിട്ട് ഇപ്പൊ ആള് കരഞ്ഞിട്ടാ പറയുന്നത്. എന്നിട്ട് എന്നോട് പറയും ഇപ്പൊ എനിക്ക് പാവം തോന്നുക, എന്റെ കുഞ്ഞിപ്പോ 4 വയസ്സായി, പക്ഷെ ആ കുട്ടീനെ ചെറുതിൽ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ തോന്നരുതേ, ഞാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് ചില സമയത്ത് ആ കരച്ചിൽ ഇങ്ങോട്ട് തറച്ച് കയറും തലയിലേക്ക്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യും ഇതിന് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളത്. അതൊക്കെ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണ്. സൈക്കോസിസ് എന്ന് പറയുമ്പോൾ കുറച്ച് എവേ ഫ്രം നോർമൽ ആണ്, അബ്നോർമൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതാണ് ഈ തോട്ട് കോണ്ടന്റിൽ ഹാലൂസിനേഷൻ വരൂല. ആ വ്യക്തിക്ക് ഡെലൂഷൻ ഉണ്ടോ, സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടോ എങ്കിലൊക്കെ തോട്ട് കോണ്ടന്റിൽ ഇഷ്യൂ ഉണ്ട് നമുക്ക് എഴുതാം. ഇനി സ്പീച്ചിലൊക്കെ എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യാണ്, നമ്മൾ ക്ലയന്റ് സംസാരിക്കുമ്പോൾ സ്പീച്ചിൽ എന്തെങ്കിലും ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ നോട്ട് ചെയ്യാം. മൂഡ് സ്റ്റേറ്റസ് ഒക്കെ എപ്പോഴും മാറ്റം ഉണ്ടാവും, അപ്പൊ അതൊക്കെ എടുത്തെഴുതാം. അബ്നോർമൽ പെർസെപ്ഷൻ ആണ് ഹാലൂസിനേഷൻ. ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കുറച്ച് കഴിഞ്ഞ ഹാലൂസിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും കേട്ടോ, എന്തൊക്കെ ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാന്നുള്ളത്. പിന്നെ ലോജിക്കൽ ഫംഗ്ഷനിങ്ങിൽ ഇഷ്യൂ ഉണ്ടോ? തീർച്ചയായും മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അയാളുടെ ലോജിക്കൽ ഫംഗ്ഷനിങ്ങിൽ ഇഷ്യൂ വരും. സോഷ്യോ ഒക്കുപേഷണൽ ഫംഗ്ഷനിങ്, അതായത് അയാളുടെ വർക്ക് പ്ലേസിലും അയാളുടെ ജോലി പ്ലേസിലും ആളുകളോട് ഇടപഴകുന്നതിലും ഇഷ്യൂസ് വരുമ്പോഴാണ് ഈ മെന്റൽ ഡിസ്റ്റർബൻസ് ഒക്കെ പുറത്തേക്ക് കാണിക്കുന്നത്. ചേഞ്ചസ് ഇൻ ADL എന്ന് പറഞ്ഞത് ആക്ടിവിറ്റി ഇൻ ഡെയിലി ലൈഫ്, ഇതിൽ ഇഷ്യൂസ് ഉണ്ടോ? അപ്പൊ ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രസന്റ് ഇൽനെസ് എന്ന് പറഞ്ഞ ഏരിയയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇതിൽ കൊടുക്കുന്ന സിംറ്റംസ് ഏതെങ്കിലും നമ്മളെ ക്ലയന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യുക, ബാക്കിയുള്ളത് ഇവിടെ നിന്ന് ഒഴിവാക്കുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സിംറ്റംസ് മാത്രമാണോ മാഡം ഇതിൽ എഴുതേണ്ടത്? അതെ, ഇതിലിപ്പോ നമുക്ക് സിംറ്റംസ് ഡീറ്റെയിൽ കൊടുക്കണ്ട. ഇപ്പൊ നമ്മളോട് തോട്ട് കോണ്ടന്റിൽ ഒരാൾ ഡെലൂഷൻ അല്ലെങ്കിൽ മരിക്കാൻ തോന്നുകയാണെങ്കിൽ തോട്ട് കോണ്ടന്റ് എന്ന് എഴുതാം, സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് മാത്രം പോയിന്റ് ഇട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഡീറ്റെയിലിംഗ് കൊടുക്കണം. മൂഡ് സ്റ്റേറ്റസ്, മൂഡ് സ്വിങ്സ് ആണ് അങ്ങനെ എഴുതാം അല്ലേ? അതെ. എന്താണ് എന്തോ ചോദിച്ചല്ലോ മാം, ഈ സ്പീച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോർമൽ അല്ലാത്ത എന്ത് സ്പീച്ചിൽ തോന്നുകയാണെങ്കിലും അത് എഴുതാം.
ഇപ്പോ ഒരുവിധം മെന്റൽ ഡിസോർഡേഴ്സ് നിങ്ങൾ ICD-DSM എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതെ. കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കാത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. മെറി, പിന്നെ ആരാ? ഓഫാക്കിയവരെ ഞാൻ കാണുന്നില്ല. ICD-യെയും DSM-നെയും കുറിച്ച് സൈക്കോളജി പഠിക്കുന്ന നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. കാരണം നമുക്ക് ആകെയുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ICD-DSM. നമുക്ക് എന്തെങ്കിലും ചില ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ പറയൂലേ, ഹോമിയോ ഡോക്ടേഴ്സിന് എപ്പോഴും ഒരു ദുഷ്പേരുണ്ട്. അതായത് അവർ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചില ആളുകൾ തെറ്റായി ധരിക്കാറുണ്ട് ഇവർക്ക് എന്തെങ്കിലും സിംറ്റംസ് കൊടുക്കുമ്പോൾ ഇവരത് കോമ്പിനേഷൻ കൊടുത്ത് മരുന്ന് സെർച്ച് ചെയ്യാണോ എന്നുള്ളത്. എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. ഇപ്പോഴും ഹോമിയോ ഡോക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും വല്ലാതെ ഡൗട്ട് വന്നാൽ നമുക്കൊന്ന് തിരയാനുള്ള ഗ്രന്ഥാണ് ഈ ICD-DSM. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്. നിങ്ങൾ എല്ലാവരും ആമസോണിൽ കയറിയിട്ട് ഇന്ന് തന്നെ ICD ഓർഡർ ചെയ്തു. ആകെ 320 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു നേവി ബ്ലൂ ചട്ടയില് വൈറ്റ് ഇങ്ക് ആയിട്ടുള്ളത്. അതില് അതില് ഡിസോർഡേഴ്സ് എന്നാണ്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്, WHO ഇറക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. ഇത് നമ്മുടെ സൈക്യാട്രിസ്റ്റുമാർക്കും സൈക്കോളജിസ്റ്റുമാർക്കുള്ള ഗൈഡ് ലൈൻ ആണ്. ഇതില് മെഡിക്കൽ ഡിസോർഡേഴ്സും ഉണ്ട്, മെന്റൽ മാത്രമല്ല. മെന്റൽ ഡിസോർഡേഴ്സ് ഇതിൽ എങ്ങനെയാ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കോഡ് വെച്ചിട്ടാണ്. F00 മുതൽ F99 വരെയുള്ള, അതായത് F00 തൊട്ട് F99 ഇടയ്ക്കുള്ള എല്ലാ ഡിസോർഡേഴ്സും ആണ് മെന്റൽ ഡിസോർഡേഴ്സ്. നിങ്ങൾ ഇങ്ങനെ എവിടെങ്കിലൊക്കെ ചിലത് വായിക്കുമ്പോൾ കാണാം F20 ഡിസോർഡർ, F30 ഡിസോർഡർ. ഈ F20 പറഞ്ഞ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് അല്ല, മെഡിക്കൽ കോഡിംഗ്. അതെ, അതിലെല്ലാ ഡിസോർഡേഴ്സും ഉണ്ട്. അതിൽ ഈ F00 മുതൽ F99 വരെയാണ് നമ്മുടെ ഡിസോർഡേഴ്സ് വരുന്നത്, മെന്റൽ ഡിസോർഡേഴ്സ് കേട്ടോ. ഇത് നമുക്കൊരു ഗൈഡ് ലൈൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് നോക്കാനും ഇത് ഏത് ഡിസോർഡറാ എന്നൊക്കെ ഒന്ന് നോക്കാൻ പറ്റിയ ഒരു ഗൈഡ് ലൈൻ ആണ്. ഇനി പക്ക സൈക്കോളജി മെന്റൽ ഡിസോർഡേഴ്സ് മാത്രമുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് DSM എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ഇത് APA-യുടെ ആണ്, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇറക്കുന്നതാണ് ഇത്. ഇതിൽ കംപ്ലീറ്റ്ലി മെന്റൽ ഡിസോർഡേഴ്സ് മാത്രമാണ്. അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അതായത് ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഇത് ഈ രോഗമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക, ഇത്ര ഡ്യൂറേഷനിൽ ഉണ്ടായിരിക്കണം, ഇത്ര സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ DSM-നും ഇപ്പൊ ഓഫർ പ്രൈസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 2000 ഒക്കെ ഉള്ളൂ എന്നാ തോന്നുന്നു. 3000 to 2000 വരെയാണ്. DSM ഇന്നലെ അക്കാദമി വന്നവര് കണ്ടിട്ടുണ്ടാവും, കാണിച്ചു തന്നിരുന്നു. അതും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ OP ഒക്കെ തുടങ്ങുമ്പോൾ അവിടെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രസമാണ്. നമുക്ക് എന്തോ അറിയുന്നൊക്കെ ഉള്ള ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ വാങ്ങിച്ചു വെച്ചോ. എന്തായാലും ICD ഇപ്പൊ വാങ്ങിച്ചോ കേട്ടോ. അപ്പോ ഈ 2 ക്ലാസിഫിക്കേഷൻ ആണ് ആകെ സൈക്കോളജിസ്റ്റുമാർക്കും സൈക്യാട്രിസ്റ്റുമാർക്കും ഒരു ഗൈഡ് ലൈൻ ആയിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും അറിയാതെ ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷന് വല്ലാണ്ട് ആരും അറിയുന്നില്ല. ഇന്ത്യക്കാർ മെന്റൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ന്യൂറോസിസ് ആൻഡ് സൈക്കോസിസ് എന്നാണ്. ആ പോയിന്റിൽ നിന്നാണ് ഞാൻ ബാക്കിലേക്ക് പോയത്. ന്യൂറോസിസ്, സൈക്കോസിസ് എന്ന് പറഞ്ഞ് 2 തരമായിട്ട് മെന്റൽ ഡിസോർഡേഴ്സിനെ ഇന്ത്യൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ബുക്കൊന്നുമില്ല. പക്ഷെ അതിലെന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ന്യൂറോസിസിന്റെ അണ്ടറിൽ വരുന്നത് എല്ലാ മൈൽഡ് മെന്റൽ ഡിസോർഡേഴ്സിനെയും നമുക്ക് ന്യൂറോസിസ് ആക്കി കൂട്ടാം. OCD ഉണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ട്, ചെറിയ തോതിലുള്ള PTSD ഉണ്ട്. അതായത് മൈൽഡ് മെന്റൽ ഡിസോർഡേഴ്സ് ആയിരിക്കണം. ആ രോഗിക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. എനിക്ക് എന്തോ, ചിലപ്പോൾ എല്ലാവരും അംഗീകരിക്കൂല എനിക്ക് രോഗമുണ്ട്, എങ്കിലും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ന്യൂറോസിസ് കാറ്റഗറിയിൽ ഇടാം. ഇനി സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ സിവിയർ മെന്റൽ ഡിസോർഡേഴ്സിനെയാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ സൈക്കോസിസ് ആയിട്ടുള്ള ആൾക്ക് ബോധം ഉണ്ടാവില്ല, എനിക്ക് രോഗമുണ്ട് എന്നുള്ള ഇൻസൈറ്റ് ഉണ്ടാവില്ല. അതൊരു റിയാലിറ്റിയിൽ നിന്ന് കുറെ എവേ ആയിരിക്കും. ഇതിൽ മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്ന രോഗമാണ് സ്കിസോഫ്രേനിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിസോഫ്രേനിയ എന്ന് പ്രൊനൗൺസ് ചെയ്യാം. ചിത്തഭ്രമം എന്ന് പറയൂലേ നമ്മള്, ഇതാണ് റിയൽ ഭ്രാന്ത്. ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയാൽ സ്കിസോഫ്രേനിയക്കാരെയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക. കാരണം അഡ്മിറ്റ് പേഷ്യൻസിൽ കൂടുതൽ സ്കിസോഫ്രേനിയക്കാരായിരിക്കും.
ചിത്തഭ്രമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആ സൈക്കോസിസ് എന്നുള്ള പോയിന്റ് ക്ലിയർ ചെയ്യാനാണ് വന്നത്. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ സിവിയർ മെന്റൽ ഡിസോർഡേഴ്സ് ആവുമ്പോഴാണ് അതിന് സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ വല്ലാതെ കാട് കയറി പറയുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി ട്ടോ. ഇല്ല വഴിയിലൊക്കെ മാഡം, മാഡം ഒറ്റ പറയുന്നത് ഓക്കെയാണ്. ഒരു ഐഡിയ കിട്ടാൻ നല്ലതാ, ഒരു ഇൻസൈറ്റ് കിട്ടാൻ. അല്ല, ഈ വഴിയിലൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാരെ കാണാറില്ല ഇങ്ങനെ. അതല്ലേ ഷിസോഫ്രീനിയയിൽ പെടുന്നതാ. ചില സ്കിസോഫ്രീനിയക്കാരാവും. ഇപ്പേ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ എന്താണ്, അബ്നോർമൽ ആയ ചിലപ്പോൾ നോർമലിനേക്കാൾ നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ എനിക്ക് നോർമൽ ആയിരിക്കുമ്പോ ഇപ്പൊ യാസർ ഉണ്ട് ഇവിടെ മുന്നിൽ, യാസറിനോട് പറയേണ്ട പല കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ നോർമലിൽ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മാനേഴ്സ്, സ്റ്റാൻഡേർഡ്, കുറെ ബൗണ്ടറീസ്, അവയർനെസ്, കോൺഷ്യസ്, ഇതൊക്കെ നമ്മളെ അവിടെ ഇങ്ങനെ ബൗണ്ടറി ഇട്ട് വയ്ക്കും. അബ്നോർമൽ ആയ അവിടെ യാതൊരു തടസ്സമില്ല, ഫ്ലോ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കും, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട. ചില അബ്നോർമൽ ആളുകൾ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്, നമ്മൾ ഞെട്ടിപ്പോകും. എനിക്ക് അങ്ങനെ പറയാൻ കാരണം എന്റെ ഓർമ്മയിൽ എനിക്കറിയാം, ഞങ്ങളുടെ അവിടെ റോഡിലൂടെ നടന്നു പോണ ഒരാൾ, അയാള് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നോർമൽ ആളുകൾ പറയുന്നതിനേക്കാൾ സത്യങ്ങളാ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു, അബ്നോർമൽ ആണ്, അല്ല നമ്മൾ പറയില്ല. അതായതുകൊണ്ടാണ് ഒരു പേടിയും ഇല്ലാതെ സത്യങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള അബ്നോർമൽ ഉണ്ട് അല്ലേ? നമ്മൾ നോർമലും കോൺഷ്യസും ആയതുകൊണ്ടല്ലേ പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കുന്നത്. സത്യം പറയുന്ന നോർമൽ ആൾക്കാരെയും ഭ്രാന്തന്മാരെന്ന് വിളിക്കാറുണ്ടല്ലോ അല്ലേ? അതിനെ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട അപ്രിയ സത്യങ്ങൾ പറയാതെ. പ്രിയമല്ലാത്ത സത്യങ്ങൾ പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള, അതൊരു സുഖമില്ലാത്ത സത്യമാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അത്രയും കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഡീൽ ചെയ്യാൻ പോവുക. അല്ലാതെ വെറുതെ ഫാമിലിയിലൊക്കെ പലപ്പോഴും ചില സത്യങ്ങൾ പറയാതിരുന്ന ആ ഫാമിലി നല്ല രീതിയിൽ പോകും. അങ്ങനെയൊക്കെയുള്ള ചെറിയ സാക്രിഫൈസ് ഒക്കെ നമുക്ക് ആവാട്ടോ. അപ്പൊ ഇതൊക്കെ സ്കിസോഫ്രീനിയയിൽ പെട്ടത് തന്നെയാണ്. ചില സ്കിസോഫ്രീനിയക്കാർ അങ്ങനെയായിരിക്കും. ചിലര് നല്ലോണം വർത്താനം പറയും, ചിലര് മിണ്ടൂല, ചിലര് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് സംസാരിക്കുന്ന സ്കിസോഫ്രീനിയക്കാരുണ്ട്. കാരണം ചില സമയങ്ങളിൽ മാത്രം അവർക്ക് ബുദ്ധിമുട്ട് വരും. ഇംഗ്ലീഷിൽ ബ്യൂട്ടിഫുൾ മൈൻഡ്, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതൊരു സ്കിസോഫ്രീനിയനെ ഡെപിക്ട് ചെയ്യുന്ന ഒരു മൂവിയാട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ എലോൺ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടല്ലോ, ഒരു ഫ്ലാറ്റില് ആളെന്തൊക്കെയോ ക്രൈം ചെയ്യുന്നത്. നമുക്കത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ട് ലാസ്റ്റ് ആണ് ഇയാള് ഇതൊക്കെ ഹാലൂസിനേഷന്റെ പുറത്താ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നത്. അതൊരു സ്കിസോഫ്രീനിയ മൂവിയാണ്. അപ്പൊ പലപ്പോഴും സ്കിസോഫ്രീനിയ യഥാർത്ഥ ഭ്രാന്തന്മാരെ നമുക്ക് ഭ്രാന്തായി കാണാൻ കഴിയൂല, അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ നമ്മൾ ചെറുതിലെ മനസ്സിലാക്കിയ പൊട്ടിത്തെറിച്ച് നടക്കുക, വേണ്ടാത്തത് പറയാ, വയലന്റ് ആവാം, ഇത് മാത്രമേ ഒന്നല്ല ഭ്രാന്ത്. നല്ല സൈലന്റ് ആയിട്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട്, നല്ല സോഷ്യലൈസ് ചെയ്യുന്ന ഭ്രാന്തുകളും. അതുകൊണ്ടാണ് നമ്മളെ ഏറ്റവും വലിയ ചാലഞ്ച് വാട്ട് ഈസ് നോർമൽ, വാട്ട് ഈസ് അബ്നോർമൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് സെഷനിലൊക്കെ നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ ഭയങ്കര രസമാവും. പിന്നെ കുറേ വർത്താനം പറഞ്ഞ് ഉള്ളോട്ട് പോകുമ്പോഴാവും ഈ ഒരു ഗ്രാമാറ്റിക്കലി സിസ്റ്റമാറ്റിക്കലി ബന്ധമില്ലാത്ത ചില വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോഴാവും എന്തോ ഇഷ്യുണ്ടല്ലോ എന്ന് നമുക്ക് കത്താം. സംഭവിച്ചു പോകട്ടോ പലപ്പോഴും. എനിക്കൊരു സ്കിസോഫ്രീനിയ പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഒരു ഭംഗിയൊക്കെ കാണാൻ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്ത് ഭയങ്കര നമ്മളോടൊക്കെ വർത്താനം പറഞ്ഞ് ഉഷാറായിട്ട് ഒരു ബുദ്ധിമുട്ടിനല്ല വന്നിരുന്ന കേട്ടോ. വന്നിരുന്ന ഇത്ര മാത്രമുള്ള ഒരു അഫയർ ഉണ്ട്, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ നമ്മൾ 4-5 സെഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെ ഒരു ഇൻകൊഹറൻസ് എന്ന് പറയില്ലേ, പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ സംസാരിച്ച സമയത്താണ് റിലേറ്റീവ്സുമായിട്ട് ഒരു കണക്ഷൻ വേണമെന്ന് പറഞ്ഞു. പാരന്റ്സിന്റെ നമ്പർ വരും, അവൻ തന്നെയില്ല. പക്ഷെ അത് എങ്ങനെയൊക്കെ കണ്ടെത്തി വീട്ടില് ആ കുട്ടി, സത്യം പറഞ്ഞാൽ അമ്മ എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സത്യമായിട്ട് എന്റെ മോന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടത്. വീട്ടിലെ ഓരോ സാധനങ്ങൾ വിറ്റിട്ടാണ് അവൻ ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നത്. ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ബോധമില്ലാതെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വരെ ആക്രിക്ക് കൊടുത്തിട്ടാണ്. അതായത് സ്കിസോഫ്രീനിയാണ് ആൾക്ക്. നമുക്കത് എനിക്ക് 4-5 സെഷനിലോ തോന്നിയിട്ടില്ല കേട്ടോ, അത്ര ഡീസന്റ് ആയിട്ട് ആള് സംസാരിച്ചു. ലാസ്റ്റ് കഞ്ചിക്കോട് മനോമിത്ര എന്ന് പറയും, അവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്ത് ആൾക്ക്
ട്രീറ്റ്മെന്റ് പറയുന്നത് ECT എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കമ്പൾസീവ് തെറാപ്പി, അതായത് ഷോക്ക് കൊടുക്കുക എന്ന് പറയും. ഈ ഷോക്കൊക്കെ കൊടുത്ത് അങ്ങനെയാ ട്രീറ്റ് ചെയ്ത്, പക്ഷെ എന്താ പറയാ ആക്സിഡന്റലി അല്ലെങ്കിൽ അവരുടെ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ ആ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയാം, ആള് സൂയിസൈഡ് ചെയ്തു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് വീട്ടിൽ വെച്ച് സൂയിസൈഡ് ചെയ്തു. പക്ഷെ നമ്മൾ ആ വീട്ടിൽ പോയപ്പോഴോ കാണാൻ പോയപ്പോഴോ പാരന്റ്സിനൊന്നും യാതൊരു സങ്കടവും ഇല്ല. കാരണം 8-9 വർഷമായിട്ട് ഈ വ്യക്തിനെ കൊണ്ട് അത്രയും അവർ കഷ്ടപ്പെട്ടു. ഭ്രാന്താണ്, കണ്ടാ ആർക്കും ഭ്രാന്തായി ഫീൽ ചെയ്യൂല. എല്ലാവരോടും പോയി സംസാരിക്കുക, ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക, എല്ലാം വിറ്റ് പെറുക്കുക, ചോദിച്ചത് തന്നില്ലെങ്കിൽ അമ്മേനെ അടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ മരിച്ചത് നന്നായി എന്നുള്ള രൂപത്തിലായിരുന്നു. അപ്പൊ സ്കിസോഫ്രനിക്കാര് അങ്ങനെ ഡീസന്റ് ആയവരും ഉണ്ട്, പല അബ്നോർമാലിറ്റിയും വയലൻസ് അല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ഏരിയ പറഞ്ഞോട്ടെ ഞാന്. ഓക്കെ മാം. ഇനി ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ആണ്. ഇതെന്താന്ന് വെച്ചാലേ ഈ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മളടുത്ത് വന്ന ക്ലയന്റ് ഫസ്റ്റ് ടൈം ആയിട്ടോ നമ്മളെ ആയിട്ടല്ല ആദ്യമായിട്ട് കാണിക്കുന്നുണ്ടാവുക, പല ട്രീറ്റ്മെന്റും എടുത്ത് കാണും. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ എന്താന്ന് വെച്ചാല്, എന്നോട് ഒരു ക്ലയന്റ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കണം, അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഈ ബുദ്ധിമുട്ടുമായിട്ട് വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്നത്. പൊതുവെ ഇന്ന് ഒരു ട്രെൻഡ്, ഇന്ന് എന്നല്ല കുറെ കാലങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാ, നല്ല മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അധിക റിലീജിയസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മളടുത്ത് വരാറ് കേട്ടോ. അപ്പൊ ഈ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റിൽ നമ്മൾ അവരിതിനു മുന്നേ ഇതേ ബുദ്ധിമുട്ടുമായിട്ട് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ തന്നെ കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിച്ചു കാണും, അപ്പോഴാണ് അവർ പറഞ്ഞൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണിക്കും, അല്ലെങ്കിൽ ഒരുപാട് റിലീജിയസ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ യുനാനി, അലോപ്പതി, ആയുർവേദം, ഹോമിയോ, അങ്ങനെ എന്തെങ്കിലും ഏത് ട്രീറ്റ്മെന്റ് ആണോ അവരെടുത്തിട്ടുള്ളത്, എടുത്തിട്ടുണ്ടെങ്കിൽ എഴുതുക അത്, അല്ലെങ്കിൽ ഇന്നില്ല എന്നെഴുതാം. ഇനി അവർ പറയുന്ന ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതൊക്കെ ഈ ഫസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ആ സമയത്ത് ട്രീറ്റ്മെന്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട്, അതായത് ക്യൂർ ആയി കണ്ടിരുന്നോ, പ്രോഗ്രസീവ് ആയിരുന്നോ, മാറിയിരുന്നോ എന്നുള്ള രൂപം. ഡ്രഗ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട, ഇൻ കേസ് മരുന്ന് അവർ ഇങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എഴുതാം. ഇവിടെ കണ്ടോ ECT എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കമ്പൾസീവ് തെറാപ്പി എന്ന് പറയും, അതായത് ഇതിനെയാണ് ഷോക്ക് എന്ന് പറയുന്നത്. സിനിമകളിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ECT തെറാപ്പി, അതായത് ഒരു വ്യക്തിനെ അങ്ങനെ തലക്ക് ഭയങ്കര ഷോക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പൊന്തി വീഴണ അങ്ങനെയൊന്നല്ല, ചെറിയ തോതിൽ അനസ്തീഷ്യ കൊടുത്തിട്ട് മയക്കി കിടത്തിയിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വേവ്സ് അവരുടെ ഒരു ബ്രെയിനിലേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. അതും നല്ല വയലന്റ് ആവുന്ന സമയത്ത് മാത്രമേ ECT കൊടുക്കൂ. അപ്പൊ ഈ പോയിന്റ് നമ്മൾ അവരുണ്ടെങ്കിൽ മാത്രം മെൻഷൻ ചെയ്യുക, അതില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെന്ന് കൊടുക്കുക കേട്ടോ. പലപ്പോഴും കേസ് ഫയൽ കംപ്ലീറ്റ് ആവുന്നില്ലേ, ചിലയിടത്തൊക്കെ നില്ല് കൊടുക്കേണ്ടി വരും. അടുത്തത് പാസ്റ്റ് സൈക്യാട്രിക് ഹിസ്റ്ററി. മാം ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൈക്കാട്രിസ്റ്റ് അല്ലേ കൊടുക്കുന്നത്? അല്ല, സോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയില്ല, മ്യൂട്ടാണ് മ്യൂട്ട്. മാം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൈക്കാട്രിസ്റ്റ് അല്ലേ കൊടുക്കുക? സോറി, സൈക്കാട്രിസ്റ്റ്. മുകള് പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്താണോ, പലപ്പോഴും സൈക്യാട്രിസ്റ്റിന്റെ അടുത്തൊന്നും ആവില്ല അവർ പോയിക്കുക. ചില റിലീജിയസ് ട്രീറ്റ്മെന്റ് എടുത്തവരുണ്ടാവും. പൊതുവെ മെന്റൽ ഡിസോർഡേഴ്സിനൊക്കെ കുറെ റിലീജിയസ് വഴിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ പണ്ട് നമ്മുടെ സൈക്കോളജിയുടെ സ്റ്റാർട്ടിങ്ങില് മെന്റൽ ഡിസോർഡേഴ്സ് പൈശാചികമാണ്, ഷെയ്ത്താന്റെയാണ്, സാത്താന്റെയാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇന്നും നമ്മളിൽ നിന്ന് ആ ചിന്ത വിട്ടുപോയിട്ടില്ല. പലരും ഇന്നും പല ഡിസ്റ്റർബൻസും കാണിക്കുമ്പോൾ ഇതെന്തോ ബുദ്ധിമുട്ട്, പ്രയാസം കയറിയതാണ് എന്നുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പണ്ട് എനിക്കറിയാം, നമ്മൾ എക്സോസിസം എന്നൊക്കെ പറയില്ലേ, ക്രിസ്ത്യൻ കൾച്ചറിലൊക്കെ എക്സോസിസം ചെയ്യാറ്, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഇതിലൊക്കെ ഡെമനോളജി എന്ന് പറയും, അല്ലെങ്കിൽ ഡിമനോളജി എന്ന് പറയും. ഷെയ്ത്താന പിശാചിനെ അടിച്ചിറക്കണ സംഭവം ഉണ്ടായിരുന്നു. വടി കൊണ്ട് അടിച്ച് ആ വ്യക്തി അങ്ങോട്ട് കുഴഞ്ഞു വീഴുമ്പോ എന്തു പറയും അവര്, ഷെയ്ത്താൻ പോയി എന്നുള്ളത്. അതല്ല, പെയിന് കൊണ്ട്, വേദന കൊണ്ട് അയാൾ വീഴുന്നതാണ്. ചില പാരാസൈക്കോളജി ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും, പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് നിരീശ്വരവാദികളാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാലും ക്ലയന്റ് എന്തെങ്കിലും റിലീജിയസ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വല്ലാണ്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ പോകണ്ട. അത് അവരുടെ ബിലീഫ് സിസ്റ്റം ആണ്.
നല്ല റാപ്പോ ബിൽഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് കിട്ടിക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. തുടക്കത്തിലെ റിലീജിയസ് ട്രീറ്റ്മെന്റ് എടുക്കുമെന്ന് പറയുമ്പോൾ പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വാക്കുകൾക്കനുസരിച്ച് അവരുടെ ഓപ്പൺനെസ് കുറയും, പറയാൻ മടി തുടങ്ങും. അപ്പൊ അവരുടെ വിശ്വാസത്തെ നിങ്ങൾ ഇതാക്കണ്ട, അത് അവരുടെ വിശ്വാസം. പലപ്പോഴും ഈ വിശ്വാസത്തിന് പുറത്ത് ആ രോഗങ്ങൾ മാറാറുണ്ട്. മൈൻഡ് സെറ്റ് ആണല്ലോ എല്ലാത്തിനും ഒരു ഇത്. പല ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് മാറിയതായിട്ട് കാണാറുണ്ട്. പിന്നെ പാരാസൈക്കോളജി എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു എലമെന്റ് ഒക്കെ എതിർക്കുന്നവർക്ക് എതിർക്കാം, ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം, പക്ഷെ നമ്മുടെ ക്ലയന്റിനെ എതിർക്കാൻ പോകണ്ട കേട്ടോ. അവരെന്തോ അവരെ റിലീജിയസ് ട്രീറ്റ്മെന്റ് എടുക്കട്ടെ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് റിലീജിയസ് ആവാം നമ്മുടെ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നല്ല മുസ്ലിം വിശ്വാസി വരെയാണ്, മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള മന്ത്രങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരോട് ചെയ്യാൻ പറയുന്നത്, കാരണം അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് അതനുസരിച്ച് അത് വർക്ക് ചെയ്യും. ഇപ്പൊ ഒരു ഹിന്ദു വിശ്വാസി വരെയാണ്, അവർക്ക് കുറെ മന്ത്രങ്ങൾ സന്ധ്യാസമയത്തും പുലർക്കാലത്തൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ സൈക്കോളജിയെ നമുക്ക് കുറച്ചെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഏതൊരു വിശ്വാസത്തെ അതിനെ എതിർക്കാനൊന്നും നിൽക്കണം. അവർക്ക് സമാധാനം കിട്ടുന്ന മന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചൊല്ലിക്കൊള്ളു. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല മെന്റൽ ഡിസോർഡർ ഉള്ള ആൾ ഈ റിലീജിയസ് ട്രീറ്റ്മെന്റ് മാത്രം എടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഡോക്ടറെയും കൂടെ കാണിക്കണം കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നിയ ഒരു ഇതെന്താണ്, പല ഉസ്താദുമാരായാലും പല പൂജാരിമാരായാലും പല അച്ഛന്മാരായാലും അവർക്ക് നല്ല നോളജ് ഉണ്ട്. അവരെ കൊണ്ട് ഒക്കാത്തയും തോന്നിക്കഴിഞ്ഞാൽ സൈക്യാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും കാണാൻ അവർ തന്നെ പറയുന്നത്. നമുക്ക് ഒരുപാട് റെഫറൻസ് വരാറുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആരെങ്കിലും പെട്ടുപോയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ ഇന്ന് അത്യാവശ്യം ഐഡിയ ഉള്ളവരെ രണ്ടു തരത്തിലും പഠിച്ചവരല്ലാതെ. അപ്പൊ ഫസ്റ്റ് ഏരിയയിൽ അവരെടുത്ത ആ രോഗത്തിന് എടുത്ത ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പാസ്റ്റ് സൈക്യാട്രിക് ആൻഡ് എന്താണ് അവിടെ മെഡിക്കൽ ഹിസ്റ്ററി. മെഡിക്കൽ ഹിസ്റ്ററി. ഇവിടെ നമ്മുടെ ക്ലയന്റിന് പാസ്റ്റില് ഇതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഏജ് കൂടിയ ക്ലയന്റ് ഒക്കെ വരുന്നത്. ആ ഒരു ക്ലയന്റ് വന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മളോട് പറയാണ്, അപ്പൊ അവള് ഒരു ഹൈസ്കൂള് പഠിക്കുന്ന അല്ലെങ്കിൽ അവൻ ഹൈസ്കൂള് പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. അതായത് മെന്റൽ റിലേറ്റഡ് ഇതിനു മുന്നേ ഈ ബുദ്ധിമുട്ടല്ല, ഇതിനു മുന്നേ പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം ഡ്യൂറേഷൻ ഉണ്ട്? നേരത്തെ ചോദിച്ച അതേപോലെ തന്നെ അതെങ്ങനെയായിരുന്നു ഓൺസെറ്റ്, അതിന്റെ കോഴ്സ് എന്തായിരുന്നു, അതിന്റെ ഇന്റൻസിറ്റി എന്തായിരുന്നു, അതിന്റെ കോസേറ്റീവ് ഫാക്ടർ എന്തായിരുന്നു, ആ സമയത്ത് സൈക്യാട്രിക് ഹോസ്പിറ്റലൈസേഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, എന്ത് കംപ്ലൈന്റ് കൊണ്ടാണ് നിങ്ങൾ ഡോക്ടറെ കാണിച്ചത്, ഡ്യൂറേഷൻ ഓഫ് ഈച്ച് എപ്പിസോഡ്, അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എപ്പിസോഡിക് ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് റെമിഷൻ ഉണ്ടായിട്ടുണ്ടോ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിരുന്നോ അതോ ഇൻകംപ്ലീറ്റ് ആയിരുന്നു, ആ സമയത്ത് എന്ത് മരുന്നായിരുന്നു യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളോട് പലപ്പോഴും ക്ലയൻസ് അവരുടെ പ്രസന്റ് പ്രോബ്ലം ആട്ടോ പറയാം, അവർക്ക് റിലേറ്റ് ചെയ്യാനും ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് കാരണം പണ്ടത്തെ ഒന്നും ഓർക്കുന്നുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെറുതിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ചോദിക്കേണ്ടതാണ്, വീട്ടിൽ ആർക്കെങ്കിലും ഈ പ്രയാസങ്ങൾ ഉണ്ടോ? ക്ലാസ് ആണ്, ഇപ്പൊ കഴിഞ്ഞിട്ടോ. അപ്പോ വീട്ടിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടി എന്ന് പറയുമ്പോൾ തോന്നരുത് ഞാൻ വലിയൊരു കുട്ടിയായിട്ട് തന്നെ ഇപ്പൊ കാണരുത്, അതുകൊണ്ടാണ്, കുട്ടികളെ മാത്രമല്ല, ഒരു വ്യക്തി ഇപ്പൊ ഭയങ്കരമായിട്ട് ടെൻഷനും സങ്കടവും വിഷമം കൊണ്ടൊക്കെ വരികയാണ്, ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ആ വ്യക്തിന്റെ കൂടെ വന്ന ഇൻഫോർമന്റിനോട് ചോദിച്ചു, ഇതുപോലത്തെ ബുദ്ധിമുട്ട് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ അവരെങ്ങനെ മാത്രം കണക്ട് ചെയ്യാന്നോ, ഇപ്പൊ ഈ ക്ലയന്റ് കാണിക്കുന്ന ഈ പ്രയാസം ഉണ്ടല്ലോ, ഇതേ പ്രയാസം വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നതാണ്. പക്ഷെ നമുക്ക് സത്യത്തിൽ അറിയേണ്ട മനസ്സുമായിട്ട് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും ഫസ്റ്റിലൊന്നും അവരത് പറയാറില്ല. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ക്ലയൻസ് വരുമ്പോൾ നമ്മൾ ഈ ആങ്സൈറ്റിയും സെപ്പറേഷനും ഇങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ പ്രശ്നം ഉണ്ടോയിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല പറയട്ടോ. പിന്നെ ഈ ക്ലയന്റിനെ നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രസ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ തന്നെ ഏട്ടന്റെ മക്കളും അനിയത്തിയുടെ മക്കളൊക്കെ നമ്മളെടുത്ത് വരും. ആദ്യം ഒരു പ്രശ്നമില്ല പറഞ്ഞ ആൾക്കാരാണ്, പിന്നെ അടുത്ത കൺസൾട്ടേഷന് റെഫറൻസ് അവരെന്നെ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം, അവിടെ ഹെറിഡിറ്ററി ഉണ്ട്, പക്ഷെ ഓർക്കത് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പോ
ഒരു വ്യക്തിക്ക് ഒരു 40 വയസ്സായ ഒരു വ്യക്തിയാണ്, ഭയങ്കര ആങ്സൈറ്റിയാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും പേടിയാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കുകയാണ് മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? അവരില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ മേ ബി അവരുടെ മദറിന് അല്ലെങ്കിൽ ആ വീട്ടിൽ വേറെ ആർക്കെങ്കിലും കഴിഞ്ഞ റഷീദ് മാഷ് എടുത്ത വസ്വാസ് പോലുള്ള രോഗങ്ങളുണ്ട്. ഈ വസ്വാസ് എന്നൊക്കെ പറയുന്നത് കോമൺ ആണ്. ഒരൊരിക്കലും കരുതുന്നില്ല OCD ഒരു മാനസിക രോഗമാണ്. ആ മാനസിക രോഗമുള്ള വ്യക്തിയുടെ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ അവരെടുക്കുന്നത് കിട്ടാൻ സാധ്യതകൾ കുറവാണ്. അപ്പൊ നമ്മളെപ്പോഴും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മാനസിക രോഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. മനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഈ മാനസിക രോഗി പോലും എനിക്ക് മാനസിക രോഗാന്ന് അക്സെപ്റ്റ് ചെയ്യാതെ വന്നിരിക്കാം. അപ്പൊ നമ്മൾ മാനസിക രോഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരുണ്ട് എന്ന് പറയും. മനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതിൽ ഒരു ക്ലാരിറ്റി വന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലും ചോദിക്കാൻ ഭയങ്കര ദേഷ്യമോ ഭയങ്കര പേടിയോ വാശിയോ ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ മനസ്സ് റിലേറ്റഡ് പ്രശ്നമാണ്. ഇതൊന്നും മനസ്സ് റിലേറ്റഡ് പ്രശ്നമായിട്ട് അവർക്ക് അറിയത്തില്ല. ഇതൊക്കെ കണക്റ്റഡ് ആണ്. കാരണം ഹെറിഡിറ്ററി വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ അതൊക്കെ നമ്മൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഒരു ചെറിയ ചോദ്യമായിട്ട് ചോദിക്കുക ചെയ്യാട്ടോ. നമുക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ മാത്രം ചോദിച്ചാൽ മതി. അവരെങ്ങനെ ഫ്ലോയിൽ പറയും. പൊതുവെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അവര്. അപ്പൊ അതിനിടക്ക് നമുക്ക് വേണ്ട. പിന്നെ കൗൺസിലിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കംപ്ലീറ്റ് ഒരു കഥ പറയാൻ അവരെ നമ്മൾ അനുവദിക്കരുത്. കാരണം ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 45 to 1.5 year, 1.5 hour, 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂറാണ്. 45 ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ടൈം. ഇനി അധികമായി പോയ 1.5 മണിക്കൂറാണ് ഒരു കൺസൾട്ടേഷന്റെ ടൈം. ഈ ടൈമിനിടയ്ക്ക് ഒരു 30-40 വയസ്സായി വന്ന വ്യക്തി വെന്റിലേറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം വെന്റിലേറ്റ് ചെയ്യും. 30 വർഷത്തെ കഥ പറഞ്ഞു തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 30 ദിവസത്തെ കൺസൾട്ടേഷൻ അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും അല്ലെ? ബില്ലാണെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഒരു കൺസൾട്ടേഷൻ 1500-2000 ഇട്ട് അവർ 30 ദിവസത്തെ കഥ പറയുമ്പോൾ അവരെ ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ തന്നെ അവർക്ക് വീട് പണയം വെച്ചിട്ട് നമ്മളെ കൺസൾട്ടേഷൻ നടത്തേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ടെക്നിക്കാണ് കട്ട് ചെയ്യാനുള്ള ടെക്നിക്ക്. അൺവാണ്ടഡ് കഥകൾ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ ശരി പറയും, ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്. ചില ആളുകൾ ഉണ്ട് കേട്ടോ, നമ്മൾ പറയും സർക്കുംസ്റ്റൻഷ്യാലിറ്റി എന്ന് പറയും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൂക്ക് പിടിക്കുന്ന ആളുകളുണ്ടാവും. എന്താ നിങ്ങളെ പ്രശ്നം ചോദിക്കുമ്പോ എനിക്ക് കുറെ മുന്നേ വന്നിരുന്നേ, ഞാനും ചിരിക്കും, എനിക്ക് ചിരി വരിക, പക്ഷെ നമുക്ക് ചിരിക്കാൻ പാടില്ലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നതാണ്. അത് വൈഫിനോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം ഞാനേ പാവപ്പെട്ടൊരു കുടുംബത്തിലായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് തന്നെ 16-ാം വയസ്സിൽ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ കേട്ടു, ഒരു 10 മിനിറ്റ് കേട്ടു. പ്രശ്നം പറഞ്ഞിട്ടില്ല കേട്ടോ. കല്യാണം കഴിച്ച് അമ്മായിമ്മയുടെ അടുത്ത് എത്തി, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ശരി ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ പറയട്ടെ, ഞങ്ങളവിടെ എത്തി. എന്നിട്ടേ ഇയാളെ കൂടെ ഹസ്ബൻഡിന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടും തന്നെ പ്രശ്നം ഇങ്ങനെ പറയുന്ന ഇടയ്ക്ക് നമ്മൾ ഈ വിഷയത്തെ ഇത്ര കട്ട് ചെയ്താൽ ഈ താത്ത നമ്മളിലേക്ക് വിഷയത്തെ പറഞ്ഞു തരൂല. അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നേരത്തെ പറഞ്ഞ ചെറിയ പൊളൈറ്റ്നെസ് വിടേണ്ടി വരും. കുറച്ച് ഹിയർ ആൻഡ് നൗ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. കുറച്ചൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊക്കെ നിന്നിട്ട് ഇപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം എന്താ അതാദ്യം പറയും, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം, ഞാൻ ചോദിക്കാം എന്ന് പറയേണ്ടി വരും. അല്ലാതെ അങ്ങനെയുള്ള സർക്കുംസ്റ്റൻഷ്യാലിറ്റി ഉള്ള ആളുകളുടെ കഥ 1.5 മണിക്കൂർ കഴിഞ്ഞാലും നോക്കി മാമെ പ്രശ്നതൊന്നും അല്ല എന്ന് പറയും. നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പറയും പ്രശ്നതൊന്നും അല്ല, എനിക്കുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാറ്. അപ്പൊ അവിടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവാണ്. നമ്മൾ പറയും കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ബിഗ് ഇയർ ആൻഡ് സ്മോൾ മൗത്ത് എന്ന് പറയും. വലിയ ചെവിയും കുഞ്ഞു വായയാണ് പറയും. പക്ഷെ ഈ കുഞ്ഞു വായ കറക്റ്റ് സമയത്ത് തുറന്നോളണം, അല്ലെങ്കിൽ നമ്മൾ കഥ കേട്ട് പണ്ടാരടക്കും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെക്നിക്കാണ് ഇയർ ആൻഡ് നൗവിലേക്ക് കൊണ്ടുവരാൻ. ക്ലയന്റ് വല്ലാതെ ഫോക്കസ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ കറണ്ട് ബുദ്ധിമുട്ട് എന്താ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് പോകണം. കഥ കേൾക്കാൻ നമുക്ക് ഇനി അവസരമുണ്ട്, അടുത്ത സെഷൻ കൊടുക്കാം. പക്ഷെ ഇത് നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ സെഷൻ മൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഓരിറങ്ങിയിട്ട് പറയും എന്താ ഉണ്ടായി, എന്റെ കഥ ഫുള്ള് കേട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞെന്നോ നമ്മളെ കുറ്റം പറയും. അപ്പൊ ഫസ്റ്റ് സെഷനിൽ എന്താ പ്രസന്റ് കംപ്ലൈന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി സംസാരിക്കുന്നവരെ കട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാട്ടോ. നമുക്ക് അങ്ങനെ ഓഫ്ലൈനിൽ വരുമ്പോഴുള്ള റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ ഇനി അടുത്ത സെഷനിൽ അയച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ട്. അതുപോലെ ഒരു കൺസൾട്ടേഷൻ ഒരാൾ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ശ്രദ്ധിക്കാണ്ട്. പലപ്പോഴും നമുക്ക് ലേണിംഗ് പാരനോയിയ എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട്, സംശയ രോഗം നമ്മൾ മലയാളത്തിൽ പറയും.
ഇപ്പൊ നിങ്ങള് ലേഡി കൗൺസിലർ ആണ് ഇരിക്കുന്നത് എന്ന് കരുതുക. വൈഫിന് സംശയമാണ്, സംശയമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരികയാണ്. അവര് കയറി വരുമ്പോ നമ്മൾ പറയാണ്, അറിയാതെ എങ്ങാനും നമുക്കറിയാലോ രണ്ടുപേരെ മാറ്റി നിർത്തി സംസാരിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറയണ ഹസ്ബൻഡുങ്ങൾ ഇരിക്കും, വൈഫ് പുറത്തിരിക്കട്ടെ. ഈ സംശയ രോഗിയായ വൈഫ് ആ ഇഷ്യൂ മതിയാവും അടുത്ത കൺസൾട്ടേഷൻ വേറെ പോകാൻ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു, എന്താ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ഈ ഡൗട്ട്. അപ്പൊ നമുക്ക് സംശയമാണ് എന്ന് അതും നമുക്ക് ആദ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഒരു കപ്പിൾ കൗൺസിലിംഗ് വരുമ്പോൾ അവർ രണ്ടുപേരും നമ്മളെ മുന്നിൽ വെച്ച് വിഷയം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ വിഷയത്തെ സ്റ്റാർട്ടിങ് കേട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം, നിങ്ങളിൽ ആദ്യം ആർക്കായിരിക്കണ്ടേ, നമ്മൾ അങ്ങോട്ട് ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ വൈഫ് പറയും, അത് നിങ്ങളെ ആളെയുന്നില്ലേ, നിങ്ങളെ പഴയ ആളെയുന്നില്ലേ, നിങ്ങൾ അങ്ങോട്ടാലേ കൊണ്ടുപോയത് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞേക്കരുത്. നിങ്ങൾ ആർക്കാ ആദ്യം എന്നോട് സംസാരിക്കേണ്ടത്, ആ ആൾ ഇവിടെ ഇരുന്നിട്ട് മറ്റേ ആൾക്ക് പുറത്തു പോകാം. ഇനി ഒരു കുട്ടിയെയും കൊണ്ട് മദറോ ഫാദറോ വരികയാണ്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് മദറിനെ ഫാദറിനെ ആദ്യം കേൾക്കാൻ നിൽക്കരുത്. പൊതുവെ ഒരു തെറ്റ് കാണുന്നതാണ്, കുട്ടിയും ഫാദറും വരുമ്പോൾ നമ്മുടെ ധാരണ പറയാൻ കഴിയുന്നവൻ വലിയ ആളാണ് എന്നുള്ള ധാരണ ഉണ്ടാവും. കുട്ടിക്ക് ആ പ്രശ്നം എന്നുണ്ടെങ്കിൽ പറയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്ന ആള് ശരിക്കും സത്യത്തിൽ ഇൻഫോർമന്റ് തന്നെ ആയിരിക്കും. പക്ഷെ ഇൻഫോർമന്റിനെ അവിടെ ഇരുത്തി ആ കുട്ടീനെ പുറത്ത് ആദ്യം ഇരുത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ ചിന്തകളിൽ വരുന്ന ധാരണ എന്താണ്? കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടി വീട്ടിൽ ബുദ്ധിമുട്ട് കാണിച്ചിട്ടോ പഠിക്കാത്തോണ്ടോ പ്രയാസം കൊണ്ടോ സ്വഭാവ ദൂഷ്യം കൊണ്ടോ അന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാവും നമ്മളടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും മോസ്റ്റ് ഓഫ് കൗൺസിലിംഗ് അങ്ങനെയാവും കൊണ്ടുവന്നിട്ടുണ്ടാവും. ചില അത്രയും കോമൺ സെൻസ് ഉള്ളവരുള്ളൂ എന്റെ പ്രശ്നങ്ങൾ പറയാൻ. ഒരു ടീച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഉണ്ട്, അവരെടുത്ത് പോവാട്ടോ എന്നൊക്കെ സോപ്പിട്ട് കൊണ്ടുവരുന്ന അപൂർവം കുറച്ചുള്ളൂ. ബാക്കിയുള്ളവരെ കണ്ട കളിക്കുന്ന ഡോക്ടറെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കാം. ആ സമയത്ത് നമ്മൾ മദറിനോട് സംസാരിച്ച് കുട്ടിനോട് മാറിക്കാൻ പറയുമ്പോൾ കുട്ടി അപ്പോഴേ ഒരു പോസ്, ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടു. ഇപ്പൊ എന്റെ ഫാദർ എല്ലാ വിഷയവും പറഞ്ഞു കൊടുക്കും, അത് ആ ഡോക്ടർ വിശ്വസിക്കും. ഇനിയിപ്പോ എനിക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു ധാരണ മക്കളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ മക്കളെയും കൊണ്ടൊക്കെ ഒരാൾ കൗൺസിലിംഗ് വരുമ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഉണ്ടാവണ എന്താണോ, പരാതികളുടെ ഭാണ്ഡക്കെട്ട് അങ്ങോട്ട് അയക്കും പാരന്റ്സ് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പൊ നമ്മള് എന്താ വിഷയം, എന്താ കാര്യം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഭാണ്ഡക്കെട്ട് അയക്കുന്നു എന്ന് ഫീൽ ചെയ്താല് സ്വാഭാവികമായിട്ടും ആ കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുത്ത് നമ്മൾ പുറത്തിരുത്താം. ഒരു കുഞ്ഞാണ്, ഒന്നുമില്ല, കേസ് എന്തോന്നൊന്നും നമുക്കറിയണ്ട, ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. നീ ഒന്ന് ഞാൻ കുറച്ചു നേരം അമ്മേനോട് അല്ലെങ്കിൽ കുറച്ചു നേരം അച്ഛനോട് സംസാരിക്കാം, കുട്ടി ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്താവാൻ ആഗ്രഹം, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും എയിം ഉണ്ടാവും, നീ ഇപ്പൊ എത്രയില്ല, 8ലില്ല, 8 കഴിഞ്ഞാൽ എന്താ 9, 9 കഴിഞ്ഞാൽ എന്താ 10, 10 കഴിഞ്ഞാൽ എന്താ +1 +2, അത് കഴിഞ്ഞാൽ എന്താവും ഇന്ന് എഴുതി നോക്ക്, അല്ലെങ്കിൽ നിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു ടാസ്ക് കൊടുത്തിട്ട് അവരവിടെ ആലോചിച്ച് കൂട്ടുന്നതിനേക്കാൾ അവർക്ക് ചെയ്യുന്ന വർക്കിലേക്ക് മാത്രം ഒരു 5 മിനിറ്റ് പുറത്ത് നമ്മൾ ഇരുത്തുക. ആ സമയത്ത് പാരന്റിനോട് സംസാരിക്കാം. ഓക്കെ, അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ആ കുട്ടീനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അമ്മ പറഞ്ഞ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട് സംസാരിക്കരുത്. കാരണം അപ്പോഴും ആ കുട്ടി ആ ധാരണയിലാ വരിക, എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇനിയിപ്പോ എനിക്ക് എന്താ പറയാനുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് ആ കുട്ടീനോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ ആ കുട്ടികളെ റാപ്പോ ബിൽഡ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ല മക്കൾ വേറെ ഉണ്ടാവില്ല. ആ റാപ്പോ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ അനുസരിക്കുന്നിടത്തോളം വേറെ ആരും അവരനുസരിക്കില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അമ്മ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, സത്യത്തില് കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അല്ലെങ്കിൽ അമ്മ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു, അതിലൊക്കെ എന്തെങ്കിലും ശരിയുണ്ടോ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും, എന്താന്ന് എനിക്ക് പറയാൻ. അങ്ങനെ ഒരു ഫീൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഇത് എന്നെ കേൾക്കാൻ റെഡിയാണ്. അമ്മ കേട്ടതെല്ലാം വിശ്വസിച്ച് എന്നോട് ചോദ്യം ചോദിക്കുന്നില്ല, അച്ഛൻ കേട്ടതെല്ലാം വിശ്വസിച്ച് എന്നോട് ചോദ്യം ചോദിക്കുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കൗൺസിലിങ്ങിൽ. ഇങ്ങനെയെന്നല്ല, പല വിഷയത്തിലും പലതും എങ്ങനെ ആരാ ആദ്യം മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഈ കേസ് ഫയലിലെ അടുത്തൊരു ഏരിയ ഫാമിലി ഹിസ്റ്ററി ആണ്, അത് ഞാൻ വെനസ്ഡേ പറഞ്ഞു തരാം. വേറെന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും? നിങ്ങൾക്ക് MA സൈക്കോളജിയിലായാലും ഈ കൗൺസിലിംഗ് PGയിലായാലും ഒക്കെ കൗൺസിലിംഗ് ടെക്നിക്സ് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ട സ്കിൽസ് എല്ലാം അറിയാലോ. ഇത് തിയറിയിലുണ്ട് മാം, പഠിക്കാനുണ്ട്. ഉണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ.
അതിൽ ഈ പക്ഷെ കാര്യങ്ങളൊക്കെ പറയും. ഇതിനകത്ത് മാം ഈ മാം ഇപ്പൊ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു ഡെമോഗ്രഫിക് ഡാറ്റ പറഞ്ഞില്ലേ, അതായത് നെയിം, ഏജ്, അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് റെഫറൽ, ആരാണ് റെഫർ ചെയ്തത്, അവര് ആ ആരാണ് എന്നാണ് സെക്കൻഡ് അവർ പറയുന്നത്. ആ മാറ്റം ഉണ്ടാവുമല്ലോ. ആ പിന്നെ പറഞ്ഞ നമ്മുടെ പോലെ പ്രസന്റ് കുട്ടികളുടെ കേസിലൊക്കെ പൊതുവെ റെഫറൽ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം LD ഓട്ടിസം കേസുകളൊക്കെ ടീച്ചേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ജനറൽ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ റെഫറൻസ് ഇല്ലാതെ തന്നെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ വരും. മറ്റ് കേസുകളിലൊക്കെ ഞാൻ വേറൊരു കേസ് പാറ്റേൺ ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ കംപ്ലീറ്റ് റെഫറൽ ഉണ്ട്. കാരണം അങ്ങനത്തെ കേസുകളൊക്കെ ടീച്ചേഴ്സ് അധികം ഐഡന്റിഫൈ ചെയ്യാം, പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാറില്ല. പാരന്റ്സിന് അത് വലിയ പ്രയാസമായിട്ടൊന്നും തോന്നാറില്ല. ഇപ്പൊ രാജശ്രീ മാം നമ്മളോട് ഫസ്റ്റ് ഒരു മ്യൂട്ടിസത്തെ കുറിച്ച് പറഞ്ഞു, വീട്ടിലൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ സ്കൂളിലാണ് കുട്ടി മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. പാരന്റ്സിന് അതൊരു പ്രയാസം ഉണ്ടാവില്ല. പാരന്റ്സ് പറയാം ടീച്ചർ ശരിയല്ലാത്തതുകൊണ്ടാണ്, എന്താ വീട്ടിൽ മിണ്ടുന്ന കുട്ടിക്ക് സ്കൂളിൽ മിണ്ടാൻ പറ്റാത്ത ടീച്ചേഴ്സ് പേടിപ്പിച്ചിട്ടാണ്. പക്ഷെ അതൊരു സെലക്റ്റീവ് മ്യൂട്ടീസ് ആണ് എന്നുള്ള അവസ്ഥ പാരന്റ്സിന് അറിയുന്നുണ്ടായി. ഇപ്പോഴും നമ്മുടെ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ കാണുന്ന കേട്ടോ, പരസ്പര ബ്ലെയിം, ഹസ്ബൻഡ് വൈഫിനെ, വൈഫ് ഹസ്ബൻഡിനെ, ഹസ്ബൻഡും വൈഫും കുട്ടീനെ, കുട്ടികളെ ടീച്ചേഴ്സിനെ, ടീച്ചേഴ്സ് അവരെ, അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുന്നിൽ വന്ന ക്ലയന്റും ക്ലയന്റിന്റെ ഇൻഫോർമന്റും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോഴേ നമ്മൾ വിജയിച്ചു. ബാക്കി നമുക്ക് അവരിൽ മാറ്റം കൊണ്ടുവരാം. പക്ഷെ ഈ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് ഇതാണ്, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള കുട്ടിക്ക് ഇങ്ങനെയാണ്, അതിന്റെ റീസൺ ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ അവര് ടീച്ചേഴ്സ് ഭയങ്കര കുറ്റവാളികളാണ് പലപ്പോഴും പാരന്റ്സിന്റെ ഇടയിൽ. കാരണം കുട്ടി നല്ല ഉഷാറായിരുന്നു സ്കൂളിൽ പോയതിനു ശേഷമാണ് അങ്ങനെ, കൂട്ടുകെട്ട് ശരിയില്ല എന്നിട്ട് അങ്ങനെയൊക്കെ പറയും. നമ്മൾ അതിനെ ഞാൻ പറഞ്ഞത് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്തായാലും നിങ്ങൾ കൗൺസിലിങ്ങിന്റെ ടെക്നിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ എങ്ങനെ കൗൺസിലിംഗ് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്ത് ചെയ്യണം എന്ന് പഠിക്കുന്നേക്കാൾ എന്തൊക്കെ ചെയ്യരുത് എന്നെങ്കിലും നിങ്ങൾ പഠിച്ചത്. പൊതുവെ നമ്മൾ എന്താ പ്രശ്നം എന്നുള്ള ടേം യൂസ് ചെയ്യരുത് എന്ന് എപ്പോഴും പറയും. എന്താ രോഗം, എന്താ പ്രശ്നം, നോർമൽ ഡോക്ടേഴ്സിന് അത് യൂസ് ചെയ്യാം. നമ്മള് ക്ലയന്റ് എന്നാ പറയാ, പേഷ്യന്റ് എന്നല്ലല്ലോ പറയുന്നത്. രോഗമുള്ള ആളല്ല നമ്മളെ അടുത്ത് വരുന്നത്, നമ്മുടെ ക്ലയന്റ് അവർ. അപ്പൊ അവരോട് എന്താ പ്രശ്നം ചോദിക്കരുത്, അതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ടേംസ് യൂസ് ചെയ്യാം. പിന്നെ ഉപയോഗിക്കുന്നിടത്ത് എപ്പോഴും കൗൺസിലർ എന്നുള്ള ടേമിൽ കുറെ ലെറ്റേഴ്സ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ പറയുന്ന ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാവണം, ഉള്ളതായിട്ട് അഭിനയിക്കെങ്കിലുമാണ്. പ്രത്യേകം പറയാം, നമ്മളെല്ലാ ക്വാളിറ്റിയും കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിനൊന്നും ഇരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഉള്ളതായിട്ട് ആക്ട് ചെയ്യെങ്കിലും വേണം. അതില് C എന്ന് പറഞ്ഞാല് കൗൺസിലറിന്റെ C എന്ന് പറഞ്ഞാൽ നമ്മൾ കെയർ ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറയും. നമുക്ക് ശരിക്കും നമ്മുടെ ക്ലയന്റിനെ നല്ല കെയർ ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷെ ആ കെയർ ആൻഡ് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ഫീൽ അവർക്ക് തോന്നണം. ഒരു ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം, ഭയങ്കര റിജിഡ് ആയിട്ട് ഫ്ലെക്സിബിൾ അല്ലാതെ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പഠിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും, എന്താണ് ക്ലയന്റിന്റെ സ്റ്റേറ്റ്, മെന്റൽ സ്റ്റേറ്റ് എന്ന്, ക്ലയന്റിന്റെ കൾച്ചർ എന്ന്, ക്ലയന്റ് എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ COUN, ന്യൂട്രൽ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ബയാസ്ഡ് ആയിരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചായരുത്. നമ്മൾ അവിടെ ന്യൂട്രൽ ആയിട്ട് നടുക്ക നിൽക്കാൻ പഠിക്കാം. പിന്നെ എന്താ സ്പെല്ലിങ്, സിസ്റ്റമാറ്റിക് ആയിരിക്കും. തട്ടിക്കൂട്ട് കൗൺസിലിംഗ് ആവരുത് നമ്മൾ. ഇപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് കൗൺസിലേഴ്സ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയും തട്ടിക്കൂട്ട് കൗൺസിലിംഗ് ആകത്ത്. മെന്റൽ ഹെൽത്തിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാറ്റിക് കൗൺസിലിംഗ് ആയിരിക്കണം നമുക്ക്. പിന്നെ അടുത്ത സ്പെല്ലിംഗ് ഏതാ, കൗൺസിലർ E ഫോർ എംപതി. എംപതറ്റിക് ആണ്, അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ഫീലിംഗ്. മറ്റൊരാളുടെ ഷൂവില് കാലിടുക എന്നൊക്കെ പറയും. അയാൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നമുക്ക് ഫീൽ ചെയ്യണ്ട, മനസ്സിലാക്കിയാൽ മതി. അയാൾക്ക് ഇപ്പൊ എന്താവും ഫീൽ ചെയ്യുന്നത്, അയാൾ ഏത് മെന്റൽ സ്റ്റേറ്റിലൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്, അയാൾ ഏതൊക്കെ സ്ട്രഗിളിങ്സിലൂടെ ഇപ്പൊ പോയിട്ടുണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടായാൽ മതി. അല്ലാതെ ഇമോഷണൽ ഫീലിംഗ് നമുക്ക് വേണമെന്നില്ല. ഓക്കെ, അടുത്ത സ്പെല്ലിംഗ് ലെറ്റർ ഏതാ, ലോയൽറ്റി. ലോയാലിറ്റി അല്ലെങ്കിൽ ഒരു ലിസണിങ്. അടുത്തത് ലോയൽ, അത് കഴിഞ്ഞാൽ ലിസണിങ്. നല്ല ഒരു ലിസണർ ആയിരിക്കണം നമ്മൾ. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, റിസോഴ്സ്ഫുൾ ആയിരിക്കണം. ഈ ലാസ്റ്റത്തെ പോയിന്റിന് ഒന്നുകൂടെ അടിവരട്ടോ, നമ്മൾ റിസോഴ്സ് ഉള്ള വ്യക്തിയായിരിക്കും. അതിന് നിങ്ങൾ നന്നായി റീഡ് ചെയ്യണം. റീഡ് ചെയ്യണമെന്നില്ല, ആരെങ്കിലും വായിച്ച റീഡിങ്ങിന്റെ റിവ്യൂ കേട്ടാലും മതി.
നിങ്ങളിപ്പോ എല്ലാത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എല്ലാ ബുക്കൊന്നും പഠിക്കണ്ട. യൂട്യൂബിനോട്, ചാറ്റ് ജിപിടിനോട്, ജെമിനിനോടും ചോദിക്കും. ആരുടെങ്കിലും റിവ്യൂ കേട്ടാൽ മതി. അപ്പോഴും അതിനെ കുറിച്ചുള്ള ഒരു കോർ കാര്യം നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും നമ്മൾ റിസോഴ്സ്ഫുൾ ആയിരിക്കണം. ഞാൻ പ്രത്യേകം പറയുന്നത് ഇന്ന് ഭയങ്കര സ്പെസിഫിക് സ്റ്റഡിയാണ്. ഒരു ഡോക്ടറാണോ അതിൽ MD ആവുമ്പോൾ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഓങ്കോളജി, ഇങ്ങനെ സ്പെസിഫിക് വിഭാഗം ആവുമ്പോൾ അവർക്ക് അതിൽ മാത്രമാണ് ഡീപ്പ് നോളജ്, ബാക്കി കാര്യങ്ങളില്ല. ഒരു ടീച്ചറാണോ ബയോളജി എടുക്കുന്നത്, ബയോളജിയിലാണോ നോളജ്. ഇപ്പൊ ഭയങ്കര സ്പെസിഫിക്കേഷൻ. പക്ഷെ സൈക്കോളജിയിൽ ആ സ്പെസിഫിക്കേഷൻ പാടില്ല. നമുക്ക് നല്ല ഡീറ്റെയിൽ അറിവ് വേണം. എന്താ സൊസൈറ്റിയിൽ ഇന്ന് നടക്കുന്നത്, എന്താണ് ടീനേജിന്റെ ട്രെൻഡ്, എന്താണ് കുട്ടികളുടെ ട്രെൻഡ്, കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് കളിക്കുന്ന ഗെയിം ഏതാ, കുട്ടികൾ ഷോർട്സ് ആണോ കാണുന്നത്, ഗെയിം ആണോ കളിക്കുന്നത്, കുട്ടികളുടെ ചിന്താഗതി എന്ത്. ഇങ്ങനെ ഒരുപാട് കാര്യത്തെ കുറിച്ച് നമുക്ക്, കൾച്ചറിനെ കുറിച്ച്, ഓരോ നാടിന്റെ കൾച്ചറിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. ഒരു പാലക്കാട്ടുകാരനും ഒരു കോഴിക്കോടുകാരും നമ്മൾ എടുത്തു വരുമ്പോൾ ഫാമിലി ഇഷ്യൂ ആണ്. സ്വാഭാവികമായിട്ടും അവിടെ ഫാമിലി ഇഷ്യൂ ഉണ്ടാവും. കൾച്ചറൽ ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. കാരണം കോഴിക്കോട് കൾച്ചർ അനുസരിച്ച് ഭയങ്കര കുറച്ചുകൂടെ ഫ്രീഡ് ആയിട്ട്, കുറച്ച് ഇച്ചിരി ഉണ്ടെങ്കിലും ഇച്ചിരി ലാവിഷ് ആയിട്ട്, കുറച്ച് എക്സ്പോസ് അല്ലെങ്കിൽ എക്സിബിഷണലിസം കാണിക്കുന്നുണ്ട്, പ്രകടനപരത കാണിക്കുന്ന ആളുകളാണ്. ഗൾഫ് മണി എന്നൊക്കെ നമുക്ക് പറയാം പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ. പക്ഷെ പാലക്കാട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലിയും ഫാമും കൾച്ചറും അഗ്രികൾച്ചറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഭയങ്കര റിസർവ്ഡ് ജോലിയായിട്ട് പോകുന്ന ആളുകളാണ്. അവരുടെ കൾച്ചർ അതുപോലെ റിജിഡ് ആയിരിക്കും. ലാവിഷ്നെസ് ഉണ്ടാവില്ല, കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാവില്ല. അങ്ങനെ രണ്ട് കൾച്ചറിന് ഒരു മാരേജ് കഴിഞ്ഞ ഒരു ഇഷ്യൂ ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് അവർക്കിടയിൽ ഉണ്ടാവില്ല. ഈ ഒരു ധാരണ നമുക്ക് വേണം. അതുകൊണ്ടാണ് പറഞ്ഞ കൾച്ചറിനെ കുറിച്ച്, നാടിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും ഡീപ്പ് നോളജ് ഒന്നും വേണ്ട. പക്ഷെ ഒരു ഐഡിയ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുമാർക്ക് ഉണ്ടാവും, എങ്കിലേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്നാവോ, അഡോളസൻസ് എന്ന് പറഞ്ഞൊരു നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കാണാൻ പറഞ്ഞിരുന്നോ? നെറ്റ്ഫ്ലിക്സില് അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്. നിങ്ങൾ കാണണം. അഡോളസെന്റിൽ എന്ത് നടക്കുന്നു, നമ്മൾ പറഞ്ഞ കുറച്ച് റൂളിംഗ് അതോറിറ്റി അതൊക്കെ മാറി, ട്രെൻഡൊക്കെ മാറി. അഡോളസൻസിൽ ഇനിയും വേറെ ഇഷ്യൂസ് ആണ്. അഫെയർ കേസുകളൊക്കെ വരുമ്പോ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ചിരിക്കുന്ന ഇമോജി, വൈറ്റ് ലവിന് ഒരു മീനിങ് ഉണ്ട്, ബ്ലൂ ഹാർട്ടിന് ഒരു മീനിങ് ഉണ്ട്, റെഡ് ഹാർട്ടിന് ഒരു മീനിങ് ഉണ്ട്. ഇത് നമുക്കറിയാലോ അല്ലെ? പക്ഷെ നമ്മുടെ അറിവ് വയസ്സന്മാരെ അറിവാട്ടോ. കുട്ടികൾ അതിക്ക് വേറെ മീനിങ് കൊടുക്കും. ആ കുട്ടികൾ മീൻ ചെയ്യുന്നത് എന്താ നമുക്കറിയാത്തടത്തോളം കാലം അവരുടെ ചാറ്റിന്റെ കോണ്ടന്റ് എന്താ നമുക്കറിയും. ഈ അഡോളസൻസ് എന്ന് പറഞ്ഞ ഒരു നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ ഒരു ക്രൈം നടക്കുക അഡോളസൻസിനിടയിൽ. അപ്പൊ ആ ക്രൈമിന് ഒരു പ്രൂഫും കിട്ടുന്നില്ല, ഒരു എവിഡൻസും ഇല്ല. പക്ഷെ കുറച്ച് ഇമോജീസ്, നല്ല നല്ല ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരാളെയാണ് അവിടെ കൊന്നിരിക്കുന്നത് അല്ലെങ്കിൽ കില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ ഇഷ്യൂ നോക്കുമ്പോൾ കുട്ടികളോട് തന്നെ ചോദിക്കുമ്പോഴാണ് ആ ഇമോജിക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മീനിങ് അല്ല അഡോളസന്റ് പ്രായക്കാർ കൊടുക്കുന്നത് എന്നറിയുന്നത്. അപ്പോ അവരുടെ പെർസ്പെക്റ്റീവ്, പെർസെപ്ഷൻ വേറെയാണ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം നമ്മളെ കബളിപ്പിക്കാൻ ഓരോ സംഭവത്തിനും വേറെ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ വേണം. നിങ്ങൾ ഇന്റേൺഷിപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ധാരണ എന്താണോ? ഞാൻ പഠിച്ചതിനേക്കാൾ ഇരട്ടി എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. ആ ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ നല്ലവരാണ്, ഒരുപാട് വഴികളുണ്ട് എന്ന് മനസ്സിലാക്കും. ഈ ഒരു 40 ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി ഒരുപാട് പഠിക്കണം എന്നുള്ള വിശ്വാസം നമുക്ക് വരികയാണെങ്കിൽ ഒരു വഴിയുണ്ട്. അതല്ല നമ്മൾ ഈ ഒരു മെന്റൽ ഹെൽത്തിന്റെ മുഴുവൻ പേപ്പറും പഠിച്ച് കുറേ ഡിസോർഡർ പഠിച്ചാൽ കംപ്ലീറ്റ് ആവുന്നില്ല കേട്ടോ. ഇച്ചിരി മാത്രം. സൂചി കൊണ്ട്, നമ്മളിപ്പോ ഖുറാനിലൊക്കെ പറയുന്നത് സൂചി കൊണ്ട് കടലിലൊരു ഇതെടുത്തൊരു ഡ്രോപ്പ് വെള്ളം വന്നു, അത്രയും സൈക്കോളജിയിലെ ഈ ഒരു ഇന്റേൺഷിപ്പ് കൊണ്ട് നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അത്രയും പഠിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പലപ്പോഴും സെൽഫ് സ്റ്റഡിക്ക് പോവുക കേട്ടോ. നല്ല ഗൂഗിളും എൻസൈക്ലോപീഡിയ ഇങ്ങനത്തെ ഒന്നും നോക്കാണ്ടിരിക്കുക. ഒതന്റിക് ആയിട്ടുള്ള ചാനലുകൾ പോയി കാണുക. ഇപ്പൊ ഈ സൈക്യാട്രി റിലേറ്റഡ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നിംഹാൻസിന്റെ ചാനലുകൾ സെർച്ച് ചെയ്യുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിന്റെ ചാനൽ സെർച്ച് ചെയ്യുക. അതിൽ കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ബാക്കി ഇനി വെനസ്ഡേ പറയാം. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് തരാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മേടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പൊ രണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യണോ?
വെറുതെ വാങ്ങിച്ചു വെക്കണ്ട. ICD ഇപ്പൊ വാങ്ങിച്ചോ. ഇനി നമ്മൾ DSM ഒക്കെ വർക്കിംഗ് സിസ്റ്റത്തിലേക്കൊക്കെ പോകുമ്പോൾ കളക്ട് ചെയ്താൽ മതി. ICDക്ക് ആവുമ്പോൾ 320 അത്ര 350 അണ്ടറിലേ വരുന്നുള്ളൂ. ഇതിപ്പോ അഫോർഡബിൾ റേറ്റും ഇതൊക്കെ അല്ല. മറ്റേത് 3000 ഒന്നും കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യണ്ട. പിന്നെ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇൽനെസ് പറഞ്ഞപ്പോഴേ അതിൽ ആ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും ആ ഫോൺ സെറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡ്യൂറേഷന്റെ ഒന്ന് പറഞ്ഞുതരും. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലയന്റിന്റെ പ്രയാസം എത്ര കാലമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷെ ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ നല്ല സിംറ്റംസ് കൂടി വരുമ്പോഴാണല്ലോ നമ്മളടുത്ത് വരും. ആ സിംറ്റംസ് അത്രത്തോളം കൂടി വന്നത് എത്രയായി, 2 ദിവസമായിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 ആഴ്ച ആയിട്ടുള്ളൂ, 3 ആഴ്ച ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ മാസങ്ങളോളം ഉണ്ടോ, അങ്ങനെയുള്ളതാണ് മോഡ് ഓഫ് ഓൺസെറ്റ്. മറ്റത് ചിലപ്പോൾ പറയും കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, അഡോളസെന്റ് ഏജിലൊക്കെ നല്ല ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്. ഒരു 17 എക്സാം എഴുതുന്ന 10th SSLC പീരീഡിലൊക്കെ ഭയങ്കര ഇമോഷണൽ ഡിസ്റ്റർബൻസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ പ്രയാസങ്ങളൊക്കെ തുടങ്ങിയിരുന്നു ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും, അപ്പോൾ ട്രീറ്റ് ചെയ്യാതെ തന്നെ ക്ലിയർ ആയി. പിന്നെ ഒരു +1 +2 എത്തിയിരുന്ന സമയത്ത് ഇതേ ടെൻഷൻസും ബുദ്ധിമുട്ടും കൊണ്ട് നമ്മളടുത്ത് വരികയാണ്. പക്ഷെ ആ ടെൻഷനും ബുദ്ധിമുട്ടും വന്നിട്ട് ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. അതാണ് നമ്മൾ മോഡ് ഓഫ് ഓൺസെറ്റ് കൊടുക്കുക. പക്ഷെ അവിടെ ഡ്യൂറേഷൻ വരുന്നത് 10 മുതൽ ആ കുട്ടിക്ക് ആ പ്രയാസം ഉണ്ട് കാണിച്ചിരുന്നു. അവിടെ ഇപ്പൊ ഡ്യൂറേഷൻ വരെ 3 വർഷം ഉള്ളത്, അല്ലെങ്കിൽ 2 വർഷം 1 വർഷം അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചില ഡിസോർഡേഴ്സ് 1 മാസം ആകുമ്പോൾ തന്നെ വരും. 1 മാസേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അതും ഇതും ഒരുപോലെ വരും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്നോട് കുറച്ചുകൂടെ ക്ലാരിറ്റി എഴുതുമ്പോൾ എന്തായാലും ഡൗട്ട് ഉണ്ടാവും കേട്ടോ. കേസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ചെയ്തേ. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യല്ലേ? ഇനി നെക്സ്റ്റ് ഇതെല്ലാം വെനസ്ഡേ ആയിരിക്കും. ഓക്കെ മാം. മാം ഈ പറഞ്ഞ ഇപ്പം തന്ന ഈ കേസ് സ്റ്റഡിയെ ഇപ്പൊ എഴുതേണ്ടത് വേറെ ആരുടെ എഴുതണ്ടേ? എങ്ങനെ? ഇപ്പൊ ഈ തന്നിട്ടുണ്ട്, ഇപ്പം തന്ന ഈ ഇതുണ്ടല്ലോ പഠിക്കുന്നത്, ഇപ്പൊ നമ്മള് ഇത് മൊത്തം ഫില്ല് ചെയ്യേണ്ടത് വേറെ ആരുടെയും വെച്ചാണോ ഫില്ല് ചെയ്യേണ്ടത്? എനിക്ക് ക്ലിയർ ആയി. നമ്മുടെ കേസ് സ്റ്റഡി റിപ്പോർട്ട് എഴുതുമ്പോ ആരെയാണ് പേഷ്യന്റ് ആയിട്ട് എടുക്കണ്ടേന്നാണോ ചോദിക്കുന്നത്? അങ്ങനെയാണോ? ആ അതെ അതെ. അതായത് ആ, ഇപ്പം എഴുതേണ്ടത് ഞങ്ങളുടെ കാര്യങ്ങളാണോ എഴുതണ്ടേ, അതോ വേറെ ആരുടെയും ആണോ? നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് മെന്റൽ റിലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കേസ് നിങ്ങൾ എടുക്കാം. വീടുകളിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ലെങ്കിൽ ഓഫ്ലൈനിൽ വരുന്നവർക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് കേസുകൾ കൊടുക്കും. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളിലേക്ക് തരും, കേസുകൾ പ്രസന്റ് ചെയ്യും. അത് നിങ്ങൾ കേസാക്കി എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. നമ്മുടെ എൻഡ് ഓഫ് ദ പീരിയഡ് കഴിയുന്ന സമയത്തൊക്കെ ഒരു കേസ് ആദ്യം റൈറ്റ് ചെയ്ത് തരാം. അത് ഞാൻ കംപ്ലീറ്റ് നോക്കി കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ തനിയെ ബാക്കി 9 ചെയ്യുക. 10 കേസാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. മാഡം ICD 11 അല്ലേ നമ്മൾ വാങ്ങിക്കേണ്ടത്? 11 10? 11 ഇറങ്ങിയോ? 11 ഇതില് നല്ല എമൗണ്ട് കാണിക്കുന്നുണ്ട് ആമസോണില്. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. ഇപ്പൊ ICDയുടെ 11ാമത്തെ വേർഷനും DSMന്റെ 5ാമത്തെ വേർഷനും 1995 രൂപയാണ് ഇതിൽ പേപ്പർ ബാക്ക് കാണിക്കുന്നത്. ICDക്കോ? ICD 11 ICD 11 ഫോർ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് സെലക്ടഡ് ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻസ് 10ന് 417 രൂപ. 11 അത്ര വിലയുണ്ടല്ലേ? 10 ആയാലും മതി. കാരണം ഇപ്പൊ 10 ഇറങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചെറിയ നമുക്കറിയാലോ, ഓരോ സമയത്തും പുതിയ ഡിസോർഡറുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഡിസോർഡറുകളും കൂടെ ആഡ് ചെയ്ത് ഇതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. അതിൽ തന്നെ 11ന്റെ ഒന്ന് റേറ്റ് വേറെ ഉണ്ടോ നോക്കുക. പേപ്പർ ബാക്കിനാണ് 1000 അല്ലേ? അതെ 350 വേറെ ഉണ്ട്. ICD 10 തന്നെ 350 410 അറിയില്ല. 11 ആണ് പുതിയ വേർഷന്. അതാണ് പർച്ചേസ് ചെയ്യുന്ന ബെറ്റർ. റേറ്റ് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാം മാറ്റം വരുമോ. ഓക്കെ. അപ്പൊ മാം, ശരി. താങ്ക് യു. ഈ വെനസ്ഡേ ബാക്കി നമുക്ക് കേസ് റൈറ്റിംഗ്. അപ്പോഴേക്കും നിങ്ങളൊന്ന് പ്രിന്റ് എടുത്ത് വെക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് അതിൽ നോട്ട് ചെയ്യാമല്ലോ. ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.